ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതുതായിട്ട് ഇപ്പം അടുത്ത് റിലീസായിട്ടുള്ള ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ട്വിസ്റ്റുകൾ വാരി നിറച്ച ഒരു തെലുഗു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ കഥയാണ്. കഥയുടെ പേര് SIT എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. നിങ്ങൾ ട്വിസ്റ്റ് പ്രേമികളാണെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന നല്ലൊരു കഥയും നല്ല ത്രില്ലിങ്ങും ഞാൻ ഉറപ്പ് തരികയാണ്. ബാക്കി കഥ കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു കഥയ്ക്ക് എത്ര സ്റ്റാർ കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ മതി. പിന്നെ കുറച്ച് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്, അതായത് മെന്റലി ഞാൻ വല്ലാതെ ഡൗൺ ആയിരുന്നു. ചെറിയ ചില പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിന്റെ പുറമെ എന്റെ മാതാശ്രീക്ക് പെട്ടെന്ന് ഒരു ചെറിയ സർജറി വേണ്ടി വന്നു. അപ്പോൾ അതും കൂടെ ആയപ്പോൾ എല്ലാം തകിടം മറിഞ്ഞുപോയി. ഇതുവരെ വെയിറ്റ് ചെയ്യിപ്പിച്ച എല്ലാ കൂട്ടുകാരോടും സോറി ചോദിക്കുകയാണ്. പിന്നെ ഈ ഒരു കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുപോലുള്ള കഥകൾ കാണാൻ തോന്നുകയാണെങ്കിൽ ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്. അതിൽ ആങ്കർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഏതോ ചില ആളുകള് റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ പിടിച്ചു വിളിച്ച് ആ ഒരു റോഡിന്റെ സൈഡിൽ വെച്ച് തന്നെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി അവളുടെ ബോഡി നിക്ഷേപിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഒരു പാവം പെൺകുട്ടിക്ക് പോലീസ് ടീമിനെ നീതി വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? ഇപ്പോ നിലവില് ആ ഒരു കേസ് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ACP പാർത്ഥയ്ക്കാണ് പോലീസ് ടീം കൈമാറിയിട്ടുള്ളത്. നിലവില് 36ഓളം കുറ്റവാളികളെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ACP അവരെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത സീല് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ കഥയിലെ ഹീറോ ആയിട്ടുള്ള ACP പാർത്ഥയുടെ ടീം ആ ഒരു കുറ്റവാളിയെ തേടി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ അവനെ പിടിക്കാൻ നോക്കുമ്പോൾ അവൻ പിടികൊടുക്കണ്ടേ. പോലീസ് ടീമിനെ കബളിപ്പിച്ചുകൊണ്ട് കാട്ടിന്റെ ഉള്ളിലൂടെ അവൻ ഓടി രക്ഷപ്പെടാൻ ട്രൈ ചെയ്യാണ്. രക്ഷപ്പെട്ടെന്ന് ആ ഒരു കൊലയാളി കരുതിയപ്പോഴാണ് നമ്മുടെ ഹീറോ ACP അവന്റെ നെഞ്ചത്ത് ബുള്ളറ്റ് ഇറക്കിയിട്ട് അവനെ തീർത്ത് കളയുന്നത്. പെൺകുട്ടികളുടെ ശരീരത്തിൽ കൈവെക്കുന്ന ഏതൊരുത്തിനും മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും നൽകാനില്ല. അടുത്ത സീല് നമ്മൾ കാണുന്നത് ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു വീട്ടിലേക്ക് ഏതൊരു അജ്ഞാതം കയറി വരികയാണ്. അപ്പോ ആ ഒരു വീട്ടിലെ ഓണർ, ഇവളുടെ പേര് നവ്യ എന്നാണ്. അവള് നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നുണ്ട്. ആ വന്ന അജ്ഞാതനില്ലേ അവളുടെ വയറിൽ തന്നെ ഷൂട്ട് ചെയ്ത് അവളെ കൊലപ്പെടുത്തിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അങ്ങനെ നവ്യയുടെ കേസ് ആ ഒരു നഗരത്തിൽ തീ പോലെ പടരാണ്. കാരണം നവ്യ ഒരു മൾട്ടി മില്യണർ ആണ്. അവളുടെ സ്വന്തം പേരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. എന്നാൽ നവ്യ കൊലപ്പെട്ടിട്ട് ഇപ്പോ 2 ദിവസം കഴിഞ്ഞിട്ടും അവളുടെ യഥാർത്ഥ കൊലയാളിയെ പോലീസ് കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ മീഡിയയും ജനങ്ങളും ഒരു ഭാഗത്ത് പോലീസിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ന്യൂസ് കേട്ട് നമ്മുടെ പോലീസ് ഹെഡില്ലേ നമ്മുടെ ഹീറോ ACP പാർത്ഥയെ വിളിപ്പിക്കുകയാണ്. ഓൾറെഡി 2 നാളായിട്ട് നവ്യ നീ പെൺകുട്ടിയുടെ കൊലയാളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മീഡിയ മുഴുവൻ പോലീസിനെ എടുത്ത് ചവച്ച് തുപ്പിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കേസ് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. മാക്സിമം ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഈ ഒരു കേസ് നീ സോൾവ് ചെയ്യില്ലേ? അപ്പൊ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്യാം. അപ്പൊ ഹെഡ്, നീ കുറ്റവാളി പിടിച്ചാൽ മതി. സാധാരണ നീ ചെയ്യുന്ന പോലെ കൊലയാളിയെ എൻകൗണ്ടർ ചെയ്ത് കൊലപ്പെടുത്താൻ നിൽക്കരുത്. അപ്പൊ ഹീറോ ആയിക്കോട്ടെ. പിന്നെ ഈ ഒരു കേസിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 4 SIT ടീമിലുള്ള, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള അസിസ്റ്റൻസിനെ ഞാൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരാണ് കിരൺ, ദാസ്, ദീപ്തി, അതുപോലെ ഋഷി. ഇതിലെ നമ്മുടെ ഋഷി ഈ കഥയിലൊരു സെക്കൻഡ് ഹീറോ എന്ന് പറയാം. അങ്ങനെ ഹീറോ പാർത്ഥ തന്റെ ടീമുമായിട്ട് നവ്യയുടെ മർഡർ കേസിന്റെ തുമ്പുകളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും കളക്ട് ചെയ്യണമെങ്കിൽ മർഡർ നടന്ന ക്രൈം സീനിലേക്ക്, അതായത് നവ്യയുടെ വീട്ടിലേക്ക് പോകണ്ടേ. അങ്ങനെ ടീമിനെ കൂട്ടിയിട്ട് ഹീറോ ആ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ആ ഒരു വീട് മുഴുവനായിട്ട് അവർ അരിച്ചു പെറുക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ വീട്ടിൽ കുറെ സ്ഥലത്ത് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്യാമറയിലേക്ക് പോകുന്ന എല്ലാ കണക്ഷനും ഇല്ലേ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് അവര് ബാത്റൂമിന്റെ വിൻഡോ തകർന്നു നടക്കുന്നത് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കില്ലർ ഈ വഴിയായിരിക്കാം രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവുക. അതിനുശേഷം ആ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകളും, അതായത് ആ വീട്ടിലെ സെക്യൂരിറ്റി, അതുപോലെ ആ വീട്ടില് പാലും പത്രം കിട്ടുന്ന ആള്, അതുപോലെ ജോലിക്കാരി, അവരോടൊക്കെ മർഡറെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആ ഒരു കൃത്യം നടക്കുന്ന സമയത്ത് അവരാരും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. നമ്മുടെ സെക്യൂരിറ്റി പറഞ്ഞത്, അന്നൊരു പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിട്ട് എനിക്ക് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അടുത്തതായിട്ട് പാലും പത്രം ആളോട് ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നത്, സാറേ അന്ന് രാവിലെ പാലും പത്രം ഇട്ട് ഞാൻ പോയതാ, പിന്നീട് വീടിന്റെ ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടില്ല. അവസാനമായിട്ട് ജോലിക്കാരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത്, സാറേ എന്റെ കുഞ്ഞിന് കുറച്ചു ദിവസമായിട്ട് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ നവ്യ മേഡത്തോട് ചോദിച്ചിട്ട് നേരത്തെ പോയിരുന്നു. അതിനുശേഷം നമ്മുടെ നവ്യയുടെ ഹസ്ബൻഡ്, ഇവന്റെ പേര് രാഹുൽ എന്നാണ്, രാഹുലിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാര്യ നവ്യയ്ക്ക് അവളെ കൊലപ്പെടുത്താൻ മാത്രം ശത്രുതയുള്ള ഏതെങ്കിലും എതിരാളികളുണ്ടോ? അങ്ങനെ ഒരു എതിരാളി ഇല്ല സാറേ. കാരണം അവളുടെ സ്വഭാവം നല്ല നീറ്റാണ്. ആരോടും വെറുതെ കയറി പ്രശ്നം ഉണ്ടാക്കാറില്ല. ആർക്കൊക്കെ ഹെൽപ്പ് വേണമെങ്കിലും അവൾ കണ്ടറിഞ്ഞ് ചെയ്യാറുണ്ട്. ചെറുതായിട്ട് പോലും ആർക്കും അവളോട് ദേഷ്യം വരാനുള്ള ഒരു സാധ്യതയില്ല. അപ്പൊ ഹീറോ, ആഹാ അങ്ങനെയാണെങ്കിൽ പിന്നെ അവളെങ്ങനെ കൊല്ലപ്പെട്ടെ? അല്ല രാഹുലേ, നിനക്ക് ആരുടെങ്കിലും മേലെ സംശയമുണ്ടോ? എനിക്ക് ആരുടെ മേലെ സംശയമില്ല സാറേ.
അല്ല നിന്റെ വൈഫ് മരണപ്പെടുന്ന സമയത്ത് നീ എവിടെ ഇരുന്നുണ്ടായിരുന്നേ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, സാറേ അന്ന് മുഴുവൻ ഞാൻ ഓഫീസിലായിരുന്നു, കുറച്ചധികം വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഹീറോ ആയിക്കോട്ടെ എന്നാ പിന്നെ പോയിക്കോ, കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിപ്പിച്ചോളാം. അതിനുശേഷം മരണപ്പെട്ട നമ്മുടെ നവ്യയില്ലേ, അവളുടെ അച്ഛനമ്മയെ വിളിപ്പിക്കുകയാണ്. അവരോട് നിങ്ങളുടെ മകളുടെ മരണത്തിന് പിന്നിൽ നിങ്ങൾക്ക് ആരുടെങ്കിലും മേലെ സംശയമുണ്ടോ? അപ്പോൾ അവർ പറയുന്നത്, സാറേ ഞങ്ങൾക്ക് സംശയമുള്ളത് ഞങ്ങളുടെ മകളുടെ ഹസ്ബൻഡ് ഇല്ലേ, ഞങ്ങളുടെ മരുമകൻ രാഹുല്, അവന്റെ മേലെ തന്നെയാ. അപ്പോൾ ഹീറോ പാർത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ പറയുന്നേ, അതിന്റെ കാരണം എന്താ? അപ്പോഴാണ് അവർ ആ റീസൺ എന്താന്ന് പറയുന്നത്. സാറേ കുറച്ചു നാളായിട്ട് ഞങ്ങളുടെ മകള് ഞങ്ങളോട് ശരിക്കും സംസാരിക്കാറില്ല, എന്നാൽ എന്താണെന്ന് ചോദിച്ചിട്ട് അവളൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോഴാണ് അവള് അവസാനം നമ്മൾ ഫോൺ ചെയ്ത സമയത്ത് അവള് വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. അല്ല എന്താ മോളെ പറ്റുന്ന ചോദിച്ചപ്പോ, അമ്മേ ഞാൻ വീട്ടിലേക്ക് തന്നെ വരാൻ പോവാ, എനിക്കിവിടെ പറ്റും തോന്നില്ല. എന്റെ ഹസ്ബൻഡില്ലേ രാഹുല്, അയാളാണെങ്കിൽ ഒടുക്കത്തെ സംശയരോഗിയാണ്, എനിക്ക് ഒരു സ്ഥലത്തേക്കും ഒന്ന് തിരിയാൻ പോലും പറ്റുന്നില്ല. നീ ആരെ വിളിക്കായിരുന്നു, നീ എവിടെയായിരുന്നു, ബാത്റൂമിൽ പോയാലും അപ്പോഴും എന്റെ പിന്നാലെ, മനസ്സിന് ഒരു സമാധാനവുമില്ല. അമ്മയും അച്ഛനും ഒന്ന് വന്നിട്ട് ഒന്ന് സംസാരിക്കോ, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരട്ടെ. എന്നാൽ അമ്മയാണെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നീ ഒന്ന് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നു പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തതാണ്. എന്നാൽ അടുത്ത ദിവസവും നവ്യ വീണ്ടും വിളിച്ചിട്ട്, അമ്മേ അയാള് എന്റെ മേത്ത് കൈവച്ചു, അയാൾ വല്ലാതെ ഉപദ്രവിക്കാണ്, എനിക്ക് പറ്റില്ലമ്മേ. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞത്, മോളെ നീ വിഷമിക്കണ്ട, എന്തായാലും നാളെ ഞങ്ങൾ വന്നേക്കാം. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ മോളെ കാണാൻ പോകാൻ ഇറങ്ങിയപ്പോഴാണ് പോലീസ് വിളിച്ചിട്ട് ഞങ്ങളുടെ മകള് മരണപ്പെട്ടു പോയെന്നും അവളുടെ വീട്ടിൽ വെച്ചെന്നൊക്കെ പറഞ്ഞ്. ആ ഒരു കാഴ്ച ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല സാറേ, ഉറപ്പായിട്ടും അവളുടെ മരണത്തിന് പിന്നിലെ അവളുടെ ഹസ്ബൻഡ് ആ രാഹുല് അവൻ തന്നെയാ, അതും പറഞ്ഞ് അവരുടെ കണ്ണ് നിറയുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ ഹീറോയില്ലേ രാഹുലിനെ കാണാൻ പോകുമ്പോൾ അവൻ വീട്ടിലില്ല. ഭാര്യ മരണപ്പെട്ട് 2 ദിവസം ആയപ്പോഴേക്കും അവനവന്റെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഹീറോ, അല്ലടാ നിന്റെ ഭാര്യ മരണപ്പെട്ടിട്ട് ബോഡി പോലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് കൈപ്പറ്റിയിട്ടില്ല, അതിനുള്ളിൽ നീ ഓഫീസിലെത്തിയോ? അത് സാറേ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, അവളുടെ ഓർമ്മകൾ എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തോണ്ടിരിക്കുക. അവളുടെ ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് അവൾക്കൊന്ന് ശാന്തി കൊടുക്കാന്ന് കരുതിയാല് അതിന് പോലീസ് ടീം നിങ്ങൾ ഇതുവരെയായിട്ടും അവളുടെ ബോഡി പോലും കൈവിട്ട് തന്നിട്ടില്ലല്ലോ. അപ്പൊ ഹീറോ, നിന്റെ വൈഫ് നവ്യയുടെ അച്ഛനമ്മയും ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, നീ പലപ്പോഴും അവളെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലേ, നീ തന്നെയല്ലേ അവളെ കൊലപ്പെടുത്തിയ? അല്ല നിന്നോട് ഞാൻ അവളെക്കുറിച്ച് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞ്? അവള് നല്ല സ്വഭാവമുള്ള കുട്ടിയാ, ആരുമായിട്ടും ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടാക്കാറില്ല, അതുപോലെ നിങ്ങളുടെ ഇടയിലെ റിലേഷനും വളരെ ഹാപ്പിയാണെന്നൊക്കെയല്ലേ. എന്നാൽ സത്യം അങ്ങനെയല്ലല്ലോ, നീ അവളുടെ ശരീരത്തിൽ കൈവച്ചിട്ടുണ്ടല്ലേ, മര്യാദക്ക് എല്ലാ സത്യം നീ തുറന്നു പറഞ്ഞോ. അപ്പോൾ അവൻ പറയുന്നേ, അല്ല സാറേ നിങ്ങളിതെന്തെന്ന് പറയുന്നത്, ഒരു ഹസ്ബൻഡ് വൈഫാകുമ്പോൾ ചെറിയ ചെറിയ പിണക്കങ്ങളും ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും, അതിപ്പോ എല്ലാ കുടുംബത്തിലും ഉണ്ടാവില്ലേ. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ നമ്മൾ മറക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പഴയതിലും ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകില്ലേ. ഹസ്ബൻഡും വൈഫും തമ്മിൽ ചെറിയ പിണക്കുണ്ടായി പരിഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടാണോ എന്നെ നിങ്ങൾ സംശയിക്കുന്നത്? നിങ്ങൾക്ക് അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എന്റെ ഭാര്യ മരണപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു ദിവസം മുഴുവൻ ഞാൻ എന്റെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഓഫീസിലത്തെ CCTV വിഷ്വൽസ് ആണ്, മുഴുവനായിട്ട് സാറൊന്ന് ചെക്ക് ചെയ്തോ. അങ്ങനെ ഹീറോ ഋഷിയും കൂടി ആ ഒരു CCTV വിഷ്വല് റെക്കോർഡ് മുഴുവനായിട്ട് കൊണ്ടുപോയിട്ട് അരിച്ചു പെറുക്കി നോക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അതായത് അവൻ പറഞ്ഞ പോലെ അവന്റെ ഭാര്യ മരണപ്പെട്ട ആ ഒരു ദിവസം മുഴുവൻ അവൻ ആ ഓഫീസിലുള്ളത് പോലെ തന്നെയാണ് ആ ഒരു വിഷ്വൽ ഉള്ളത്. എന്നാൽ നമ്മുടെ സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള ഋഷിക്ക് നല്ല സംശയമുണ്ട്, അവൻ എന്തോ ഉടായ്പ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്, പല രഹസ്യങ്ങളും അവൻ മറയ്ക്കുന്നുണ്ട്, അതെന്താണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അപ്പൊ ഹീറോ, അത് എനിക്ക് ഉറപ്പാണ്, എന്നാൽ അവന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിഷ്വൽസ് അവൻ റെഡിയാക്കി വെച്ചിട്ടില്ലേ. അപ്പൊ ഋഷി, അല്ല സാറേ ആ ഒരു വിഷ്വൽ കണ്ടാൽ തന്നെ അറിയാം അതവൻ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ചിലപ്പോ നേരത്തെ റെക്കോർഡ് ചെയ്ത് സെറ്റ് ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഞാനത് കണ്ടുപിടിച്ചു തരാം. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ ടീമിന് ഒരു സംശയം വരുന്നത്. അതായത് കൊല്ലപ്പെട്ട നവ്യയുടെ വീടിലെ ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ 2 ട്രാഫിക് സിഗ്നൽ ക്രോസ് ചെയ്തിട്ടാണ് പോവാനെ, ആ ഒരു വഴിയിലൂടെ അല്ലാതെ ആ വീട്ടിലേക്ക് പോകാനേ പറ്റില്ല. അവള് മരണപ്പെട്ട സമയത്തോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത സമയത്തോ ആയിട്ട് അവളുടെ വീടിന്റെ ഭാഗത്തേക്ക് ഏതെങ്കിലും വണ്ടികൾ പോയിട്ടുണ്ടോ, അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഓട്ടോ ഇല്ലേ നവ്യയുടെ വീടിന്റെ ഭാഗത്തേക്ക് പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ആ ഒരു ഓട്ടോയുടെ ഡീറ്റെയിൽ ചെക്ക് ചെയ്യുമ്പോൾ നവ്യ കൊല്ലപ്പെട്ട അതേ സമയത്ത് ആ ഒരു ഓട്ടോ അവളുടെ വീട്ടിന്റെ മുൻപിലുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോയിലെ നവ്യയുടെ ഹസ്ബൻഡ് രാഹുലിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് പൊന്നുമോനെ, നീയാണ് നിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട്, അപ്പോ അതെങ്ങനെയാ ചെയ്തേ അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ചെയ്ത് കൃത്യങ്ങൾ സംഭവിച്ചേക്ക്. എന്നാൽ അവന് വല്ലാതെ ദേഷ്യം വരാണ്. അല്ല സാറേ നിങ്ങൾ എന്നെ കണ്ടത് മുതലേ ഇതന്നെയാണല്ലോ പറയുന്നത്, എന്റെ ഭാര്യയെ ഞാനാ കൊലപ്പെടുത്തിയെന്ന്, എന്ത് തെളിവ് നിങ്ങൾക്ക് കിട്ടിയേ? ഓൾറെഡി അവൾ കൊല്ലപ്പെട്ട സമയത്ത് ഞാൻ എന്റെ ഓഫീസിലുണ്ടായിരുന്നതിന്റെ വിഷ്വൽസ് ഞാൻ തന്നതല്ലേ, ഇനിയും വെറുതെ എന്നെ ഇതുപോലെ വിളിച്ചിട്ട് ശല്യപ്പെടുത്തരുത്. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ ലോയർ വരും, വക്കീലിനോട് പറഞ്ഞാൽ മതി. അപ്പൊ ഹീറോ, പൊന്നുമോനെ നീ അവിടെ നിൽക്ക്, നീ ഇതെങ്ങോട്ടാ? നിന്റെ ലോയറിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, അതിനു മുമ്പ് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നിട്ട് കുറച്ചു നേരത്തെ നമ്മുടെ നവ്യയുടെ വീടിന്റെ ഭാഗത്തൊരു ഓട്ടോ കണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, ആ ഒരു ഓട്ടോ ഡ്രൈവറെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ഇനി നീ പറ അന്ന് ശരിക്കും എന്താ സംഭവിച്ചേ? അപ്പോൾ ആ ഒരു ഡ്രൈവർ പറയുന്നുണ്ട്, സാറേ അന്ന് ഈ രാഹുൽ സാറില്ലേ ഇങ്ങേരുടെ ഓഫീസിലെന്നാന്ന് തോന്നുന്നു പുറത്തേക്ക് വന്നിട്ട് എന്റെ ഓട്ടോ വിളിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു, നമ്മള് പൈസയൊക്കെ കൊണ്ട് ഓടുകയല്ലേ, അപ്പോൾ ഇങ്ങേര് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് തിരിച്ചിട്ട് നേരെ ഇങ്ങേര് പോയത് സാറേ നിങ്ങൾ കാണിച്ചില്ലേ ആ ഒരു വീട്ടിലേക്കാ, അതായത് നവ്യ എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടില്ലേ ആ
വീട്ടില്. ആ വീട്ടിൽ കയറി പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ വേഗം പുറത്തേക്ക് വന്നു. അങ്ങനെ ഇങ്ങനെ കൂട്ടിയിട്ട് ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഹീറോ, അല്ല ഡ്രൈവറെ, നിന്റെ ഓട്ടോയില് പല ആളുകളും ദിവസത്തിൽ കയറുന്നില്ലേ, പിന്നെ ഇയാളെ മാത്രം നീ എങ്ങനെയാ വ്യക്തമായിട്ട് ഓർത്ത് വെക്കുന്നത്? അത് സാറേ, അന്നിങ്ങനെ സവാരി വിളിച്ചിട്ട് കുറെ ട്രാവൽ ചെയ്തിട്ട് മൊത്തത്തിൽ 500 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ ഇങ്ങനെ എനിക്ക് 2000 തന്നിട്ട് ചേഞ്ച് പോലും വാങ്ങാതെ എന്നെ പറഞ്ഞേക്കായിരുന്നു. അപ്പൊ ഹീറോ രാഹുലിനോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇനിയെങ്കിലും പറയുന്നോ അല്ലെങ്കിൽ 3 മുറ പുറത്തെടുക്കണോ? അപ്പൊ അവൻ പറയുന്നുണ്ട്, സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ അവളെ ഞാൻ തന്നെ കൊലപ്പെടുത്തിയ. എനിക്ക് അവളെ പോലെ ഒരു വേശ്യയുടെ പോലെ ജീവിക്കാൻ തീരെ താല്പര്യമില്ല. കുറെ നാളായി അവളെന്നെ ചതിക്കാൻ തുടങ്ങിയിട്ട്. അല്ല സാറേ, നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളെ ചീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? അപ്പൊ ഹീറോ, അല്ല അത്രക്ക് അവളോട് ദേഷ്യം വരാന് നിന്നോട് അവൾ എന്താ ചെയ്തേ? അപ്പോഴാണ് അവൻ ചില ഫ്ലാഷ് ബാക്കുകൾ പറയുന്നത്. ശരിക്കും നമ്മുടെ രാഹുലിന്റെ നവ്യയുടേതും ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. അങ്ങനെ നവ്യ കാണാന് പെണ്ണ് കാണാൻ പോയപ്പോ അവള് രാഹുലിനോട് എനിക്ക് തനിച്ച് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൂരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് അവള് പറയുന്നുണ്ട്, എനിക്ക് ഇതിനു മുൻപ് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പൊ രാഹുല്, അല്ല പ്രണയം ഉണ്ടായിരുന്നു എന്നാണോ, അല്ലെങ്കിൽ നിലവിൽ ഇപ്പോ ആ പ്രണയം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? നിലവില് അവനുമായിട്ട് എനിക്ക് റിലേഷൻ ഒന്നുമില്ല. ഞാന് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആ ഒരു പ്രണയം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോ എന്തിനാ ഇത് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാല്, ഇനിയിപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഭാവിയിൽ എനിക്ക് മുൻപൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഏതെങ്കിലും വഴി അറിഞ്ഞിട്ട് പിന്നെ അതിന്റെ പേരിൽ എന്റെ മേലെ സംശയം സ്റ്റാർട്ടായി, നമ്മൾ തമ്മിൽ ഫൈറ്റായി, നമുക്ക് രണ്ടുപേർക്കും മനസ്സമാധാനം ഇല്ലാതെ നമ്മുടെ രണ്ടുപേരുടെയും ലൈഫ് വെറുതെ സ്പോയിൽ ചെയ്യണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. ഇനിയിപ്പോ എനിക്ക് പഴയൊരു പ്രണയം ഉണ്ടായിരുന്ന എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കല്യാണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, അല്ല നിങ്ങൾ എന്താ പറയുന്നത്, ഇന്നത്തെ കാലത്ത് കല്യാണത്തിന് മുൻപ് ഒരിക്കലും ഒരു പ്രണയം പോലും തോന്നാത്ത അല്ലെങ്കിൽ പ്രണയിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടി കിട്ടിയിട്ട് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിരുന്നാലേ ഓരോരുത്തരും കല്യാണം നടക്കൂല. പെൺകുട്ടികൾക്ക് മാത്രമല്ലോ, ആൺകുട്ടികൾക്കും അങ്ങോട്ട് പ്രണയം തോന്നാറുണ്ടല്ലോ. ഇതൊന്നും അങ്ങനെ ഒരു വലിയ ആനക്കാര്യമൊന്നുമല്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എന്തായാലും കാര്യങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾ മനസ്സ് കാട്ടിയില്ലേ. അങ്ങനെ രണ്ടുപേരുടെ സമ്മതത്തോടുകൂടി ഹാപ്പി ആയിട്ട് അവരുടെ മാരേജ് നടക്കാണ്. അങ്ങനെ സമാധാനത്തിൽ രണ്ടുപേരുടെയും ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം രാത്രിയായപ്പോ നവ്യയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നതും അവളുടെ ഫേസിലൊരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചേ. അപ്പോ ആരാന്ന് ചോദിച്ചപ്പോ അത് വേറെ ആരുമല്ല, ആ ആകാശ്, അവനാണ്. അപ്പോ സംശയം തീർക്കാൻ ഞാൻ ചോദിച്ചു, അല്ല ആകാശ് എന്ന് പറയുന്നത് നീ പറഞ്ഞ നിന്റെ പഴയ എക്സ് അല്ലേ? അത് അവൻ തന്നെയാ. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല നീയല്ലേ പറഞ്ഞേ അവനായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല, ഓൾറെഡി ബ്രേക്കപ്പ് ആയതാണ്, പിന്നെ ഇതെന്താ പെട്ടെന്നൊരു മെസ്സേജ് ഒക്കെ? അപ്പൊ അവള് പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, അവൻ വെറുതെ എനിക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞതാ. ആഹാ, ഇനിയിപ്പോ അവന്റെ ഗുഡ് നൈറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് ഉറക്കം കിട്ടില്ലേ, നിങ്ങൾ വെറുതെ ഒന്ന് ചൊറിയാതെ പോയെന്ന് പറഞ്ഞിട്ട് അവള് തിരിഞ്ഞു കിടന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ എന്റെ അരികില് എന്റെ ഭാര്യ നവ്യ കാണുന്നില്ല. അല്ല ഇത്രക്ക് രാവിലെ ഇതിപ്പോ ഇവൾ എവിടെയാ പോയെന്ന് നോക്കുമ്പോ അവള് നേരത്തെ എഴുന്നേറ്റിട്ട് പുറത്തിരുന്നിട്ട് ആരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് വേറെ ആരുമല്ല, അവളുടെ ലവറായിട്ടുള്ള ആകാശില്ലേ, അവൻ തന്നെയാണ്. അവളാണെങ്കിൽ അവനോടില്ലേ ഒരു ലവറോട് സംസാരിക്കുന്ന പോലെ കൊഞ്ചി കൊഞ്ചി സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോ അവള് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അപ്പോ ഞാൻ ചോദിച്ചു, അല്ല മോളെ, രാവിലെ തന്നെ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പഴയ ലവർ വിളിച്ചിട്ട് റൊമാൻസിലാ? അപ്പോ അവള് ദേഷ്യത്തില്, നിങ്ങൾ വെറുതെ എന്നെ സംശയിക്കണ്ട, അവൻ എന്റെ എക്സ് ആയിരുന്നു എന്ന കാര്യമൊക്കെ ശരി തന്നെയാ, എന്നാലിപ്പോ നമ്മൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. ആഹാ, ഒരു സാധാരണ ഹസ്ബൻഡിന് സംശയം തോന്നുന്ന എല്ലാ കാര്യം ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് അതൊന്നും തോന്നാൻ പാടില്ല അല്ലേ? ഉറങ്ങുന്ന സമയത്ത് നിനക്ക് ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കുക, രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് അവനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, അതും ഒരു ലവറോടൊക്കെ പോലെ. എന്നിട്ട് എന്താന്ന് ചോദിക്കുമ്പോ ഇത് പ്രണയമൊന്നുമല്ല, പിന്നെ ഈ റിലേഷന് എന്താ പറയാ? അപ്പൊ അവള് പറഞ്ഞത്, ഒരു പയ്യനും പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാല് അതിന് നിങ്ങൾ ഇത്രക്ക് മോശമായിട്ടൊരു കണ്ണോടെ കാണുക, നിങ്ങളെ ആണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. അല്ല നവ്യ, നീ ഇപ്പൊ ഏതെങ്കിലും ഒരു പയ്യനായിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാല് നീ എന്നോട് എന്താ പറഞ്ഞേ? ആകാശമായിട്ട് നീ പ്രണയത്തിലായിരുന്നു, അതിനുശേഷം നിങ്ങൾ ബ്രേക്കപ്പ് ആയതാണ്. മാരേജിന്റെ സമയത്ത് നീ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, ഒരു കോണ്ടാക്റ്റും ഇല്ലാന്നല്ലേ? പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെയും അവനെ തന്നെ വിളിച്ചിട്ട് അവനുമായിട്ട് കോണ്ടാക്ട് കണ്ടിന്യൂ ചെയ്താല് പിന്നെ ഞാൻ എന്താ പറയണ്ടേ? നീ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, എനിക്ക് സംശയം തോന്നുന്നല്ലേ തെറ്റ്? അവളുടെ മേലെ എനിക്ക് ഡൗട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ പതിയെ പതിയെ ഞാൻ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ ഞാൻ ഒരു കാഴ്ച കണ്ടത്. അതായത് നവ്യയില്ലേ, അവള് നേരെ ആകാശിനെ മീറ്റ് ചെയ്തിട്ട് അവന്റെ കൈ പിടിച്ചുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു കാഴ്ച എന്നെ വല്ലാതെ തകർത്ത് കളഞ്ഞിരുന്നു. എന്നാലും അവളുടെ മനസ്സിൽ എന്താണെന്നറിയണല്ലോ. ഉടനെ തന്നെ ഞാൻ അവൾക്ക് ഫോൺ ചെയ്തിട്ട്, അല്ല നവ്യ, നീ ഇത് എവിടെയുള്ളേ? അപ്പൊ അവള് പറഞ്ഞത് ഞാൻ വീട്ടിലുണ്ടെന്നാണ്. ആഹാ, നീ വീട്ടിലുണ്ടോ? എന്നാലൊരു കാര്യം ചെയ്യോ, ഹാളിലേക്ക് വന്നിട്ട് അവിടെ ഞാൻ ഒരു ഫയല് മറന്നു വെച്ചിട്ടുണ്ട്, ആ ഫയല് അവിടെ ഉണ്ടോന്നൊന്ന് നോക്കുവോ, ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ ഒന്ന് എനിക്ക് അയക്കോ? എന്നാല് അവള് നല്ല അഭിനയാണ്, അവള് ഫയൽ അന്വേഷിക്കുന്നതിന് അഭിനയിച്ചിട്ടില്ലേ, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഫയൽ ഇവിടെ ഇല്ലല്ലോ. ആഹാ, ആണോ? എന്നാ കുഴപ്പമില്ല, എന്നാ നീ ഫോൺ വെച്ചൊന്നും പറഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. അതായത് നവ്യ അവള് വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് അവിടെ എത്തണമായിരുന്നു. ഞാൻ പ്രതീക്ഷ പോലെ തന്നെ അവളുടെ എക്സിലെ ആകാശ്, അവന്റെ കൂടെയാണ് അവള് കാറിൽ വന്നിറങ്ങിയത്. എന്നിട്ട് ആകാശിനോട് ബായൊക്കെ പറഞ്ഞിട്ടാണ് അവള് വീട്ടിലേക്ക് കയറിയത്. ഉള്ളിലേക്ക് കയറുടൻ തന്നെ അവള് നേരെ കുളിക്കാൻ പോയി. അപ്പോ അവളുടെ ഫോൺ കണ്ടപ്പോ ഞാൻ വെറുതെ കാഷ്വലായിട്ട് ഫോൺ എടുത്ത് ചെക്ക് ചെയ്തതാണ്. അപ്പോഴാണ് ഒരു കാര്യം കണ്ടത്, 20 ലക്ഷം രൂപയിലെ അവളുടെ അക്കൗണ്ടിൽ നിന്ന് ആകാശ്
ആകാശിനെ അവളെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അതും കുറച്ചു നേരം മുമ്പ്. അപ്പോൾ പെട്ടെന്ന് അവൾ പുറത്തു വന്നിട്ട്, അല്ല നിങ്ങളിപ്പോ എന്തിനാ എന്റെ ഫോൺ എടുത്ത് നോക്കുന്നേ? അതിന് മാത്രം ഞാനിപ്പോ എന്താ ചെയ്തേ? ആഹാ, നീ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ആദ്യം കുറെ നാൾ മുമ്പ് ആകാശമായിട്ട് കോളേജ് പഠിക്കുമ്പോൾ പ്രണയം പറഞ്ഞു, അവനായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ലാന്ന് പറഞ്ഞു. അതിനുശേഷം വെറുതെ ഗുഡ് നൈറ്റ് മാത്രം മെസ്സേജ് അയച്ചാന്ന്. പിന്നെ അവനെ വിളിച്ചിട്ട് കുറെ നേരം സംസാരിക്കുക, പിന്നെ കോഫി ഷോപ്പിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുക, കൈപിടിച്ച് സംസാരിക്കുക. ഇപ്പൊ നോക്കുമ്പോ അവന് 20 ലക്ഷം രൂപ നീ ട്രാൻസ്ഫർ വരെ ചെയ്തിട്ടുണ്ട്. അല്ല നിന്റെ ഉദ്ദേശം എന്താ? ഇതേപോലെ പോവാണെങ്കിൽ ചിലപ്പോ കുറച്ച് കഴിയുമ്പോ എന്നെ കൊന്നിട്ട് എന്റെ സ്വത്തും കയ്യിലാക്കിയിട്ട് അവന്റെ കൂടെ ഓടിപ്പോലാന്ന് എന്താ ഉറപ്പ്? അപ്പോ നവ്യ പറഞ്ഞത്, നിങ്ങൾ എന്തെന്നൊക്കെ പറയുന്നേ? അവൻ എന്റെ വെറും ഫ്രണ്ട് മാത്രമാണ്. അവനിപ്പോ പൈസയുടെ കുറെ പ്രശ്നമുള്ളതുകൊണ്ട് എന്നോട് ഹെൽപ്പ് ചോദിച്ചു. എനിക്കിപ്പോ അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തതാണ്. അത് കേട്ടപ്പോ എനിക്ക് വല്ലാതെ ചൊറിഞ്ഞു കയറി. ഞാൻ അവളുടെ മുഖത്തൊന്ന് കൊടുത്തിട്ട്, നീ ഏതെങ്കിലും ഫ്രണ്ടിന് കൊടുത്താൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു റിലേഷനില്ലാന്ന് പറഞ്ഞാ നിന്റെ എക്സിന് കല്യാണത്തിന് ശേഷം ഇത്രയും വലിയ പൈസ കൊടുത്തിട്ട് നീ നാടകം കളിക്കുക? അവള് ദേഷ്യത്തില് നിന്നെ കല്യാണം കഴിച്ചില്ലേ, അതാണ് ഞാൻ ഈ ജീവിതത്തിൽ എടുത്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞിട്ട് അവള് വീട്ടിലേക്ക് കയറിപ്പോയതാണ്. എന്നിട്ട് അവൾ ആരെയോ വിളിക്കുന്നുണ്ടായിരുന്നു, അത് വേറെ ആരെയല്ല. അതിനുശേഷം തന്നെയാണ് നവ്യയുടെ അമ്മയെ വിളിച്ചിട്ട് അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള രാഹുൽ അവളെ ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും സാറേ അതിനുശേഷം എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഉറപ്പായിരുന്നു നവ്യയും ആകാശവും അല്ലേ അവരടുത്ത ലെവലിലേക്ക് പോകുന്നു. എന്നെങ്കിലും ഒരു ദിവസം ഞാനില്ലാത്ത സമയത്ത് അവനവളെ വീട്ടിലേക്ക് വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിലെ വേലക്കാരും അതുപോലെ സെക്യൂരിറ്റിയും ലീവായിരുന്ന ദിവസം എനിക്ക് പരിചയമുള്ള ഒരുത്തിനോട് എന്റെ വീടിന്റെ ചുറ്റുഭാഗത്ത് ഒന്ന് നോട്ടിടാൻ വേണ്ടിയിട്ട് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും പറഞ്ഞ പോലെ തന്നെ വീടിന്റെ പുറത്ത് ആരെങ്കിലും വരുന്നുണ്ടെന്ന് കാത്തു നിന്നപ്പോ ഞാനാണെങ്കിൽ കമ്പനിയുടെ ഒരു മീറ്റിംഗിലായിരുന്നു. അപ്പോഴാണ് അവൻ എന്നെ വിളിച്ചത്. എന്നിട്ട് ആരോ എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് എന്നാ നീ പോയിക്കോന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തില് എനിക്ക് ഉറപ്പായിരുന്നു അത് ആകാശം തന്നെയായിരിക്കുന്നത്. എന്നാൽ നേരെ എന്റെ വീടിന്റെ മുൻപിലൂടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ CCTV ക്യാമറയുണ്ട്. അതുകൊണ്ട് വീടിന്റെ പിന്നിലൂടെ കയറാൻ തീരുമാനിച്ചിട്ട് ഒരു ഓട്ടോയും പിടിച്ച് ഒരു ലോക്കൽ റൗഡിയെ മീറ്റ് ചെയ്തിട്ട് അവന്റെ കയ്യിൽ നിന്ന് പൈസയും കൊടുത്ത് ഗണ്ണും വാങ്ങിയിട്ട് ഞാൻ പിന്നിലൂടെ ഞാൻ എന്റെ വീട്ടിൽ കയറി. അപ്പൊ ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഓൾറെഡി ആകാശ് അവനെന്റെ വീട്ടിൽ നിന്ന് പോയിരുന്നു. എന്നാൽ എന്റെ ഭാര്യയില്ലേ അവള് പാതി മയക്കത്തിൽ കിടക്കായിരുന്നു. എന്റെ സംശയം ശരിയാണെന്ന് ഉറപ്പായപ്പോ ഞാൻ അവളെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് അന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു പോയതാണ്. ശരിക്കും ഇതാണ് സാറെ സംഭവിച്ചത്. എന്നോട് കളവ് പറഞ്ഞിട്ട് എന്റെ ജീവിതം തകർത്ത എന്നെ ചതിച്ച അവളെ ഞാൻ തന്നെയാ കൊന്നളഞ്ഞ്. ഇനിയിപ്പോ ഹീറോ കൂടുതലായിട്ടൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കേസ് ഇപ്പൊ ക്ലോസ് ആയി, കൊലയാളെ കണ്ടുപിടിച്ചു. അങ്ങനെ ഹയർ ഓഫീസറെ വിളിച്ചിട്ട് കൊലയാളെ കുറിച്ചും കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹീറോയെ പൊക്കി അടിക്കുന്നുണ്ട്. നീ ആള് സൂപ്പറാട്ടാ, നിന്നോട് ഒരാഴ്ച എടുത്തോളാൻ പറഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് തന്നെ നീ കേസ് ക്ലോസ് ചെയ്തില്ലേ. മീഡിയയുടെ ചൊറിച്ചിൽ നിന്ന് സമാധാനമുണ്ട്. അതുകൊണ്ട് നിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഹയർ ടീമായിട്ട് ഒന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിലെ കൊല്ലപ്പെട്ട നവ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മുടെ ഋഷി വാങ്ങിയിട്ട് വരികയാണ്. എന്നിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, സാറേ നിങ്ങൾ പറഞ്ഞ പോലെ നവ്യയുടെ ഹസ്ബൻഡ് രാഹുൽ അല്ല അവളുടെ കൊലയാളി. അപ്പൊ ഹീറോ, അല്ല നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്? കൊലപാതകം ചെയ്ത രാഹുൽ തന്നെ അവൻ കുറ്റം സമ്മതിച്ചില്ലേ, കേസും ക്ലോസ് ആയി, എന്നിട്ടിപ്പോ അവനല്ല കൊലയാളിയെന്ന് നീ എങ്ങനെയാടാ പറയുന്നേ? അപ്പൊ ഋഷി, സാറേ അവൻ കുറ്റം സമ്മതിച്ച കാര്യങ്ങൾ സത്യം തന്നെ. എന്നാലും സാറി റിപ്പോർട്ട് ഒന്ന് നോക്ക്. ആ ഒരു റിപ്പോർട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോ നവ്യയിലെ അവള് വെടിയേറ്റിട്ടല്ല മരണപ്പെടുന്നേ. അതിന് മുൻപ് തന്നെ ആരോ അവളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗണ്ണുമായിട്ട് ദേഷ്യത്തിൽ വന്ന രാഹുല് ആ ഒരു കട്ടില് അവള് കിടക്കുന്ന കണ്ടപ്പോ ആകാശമായിട്ട് അവള് തന്നെ ചീറ്റിയതെന്നല്ല ആ ഒരു തെറ്റിദ്ധാരണയില് അവളെ ഷൂട്ട് ചെയ്തതാണ്. എന്നാൽ അതിന് മുൻപ് തന്നെ അവള് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹീറോയ്ക്കും ടീമിനും തല പുകയുന്നുണ്ട്. ആഹാ, കേസ് ക്ലോസ് ആണെന്ന് വിചാരിച്ചപ്പോ വീണ്ടും തിരിച്ച് 0ലേക്കാ. അപ്പൊ ഋഷി ചോദിക്കുന്നുണ്ട്, അല്ല സാറേ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഹീറോ, അത് തന്നെയാണ് എനിക്കൊന്നും മനസ്സിലാവാത്തെ. അപ്പോ ബാക്കി ടീമിലെ മെമ്പേഴ്സ് പറയുന്നുണ്ട്, അല്ല സാറേ എന്തായാലും ഇപ്പൊ കേസ് ക്ലോസ് ആയില്ലേ, രാഹുൽ അവന് ഷൂട്ട് ചെയ്തല്ലേ, അവന്റെ പേരിൽ തന്നെ കേസ് ക്ലോസ് ചെയ്തല്ലേ, ഓൾറെഡി എവിഡൻസും ഉണ്ട്. അതുപോലെ നമ്മുടെ ഹയർ ഓഫീസേഴ്സിനെ വിളിച്ച് പറയുകയും ചെയ്തില്ലേ, നമുക്ക് അടുത്ത കേസ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഹീറോ, നമ്മള് പോലീസുകാരല്ലേ, ഒരു കാരണവശാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഹയർ ഓഫീസറായിട്ട് ഞാൻ സംസാരിച്ചോളാം. നമുക്ക് വീണ്ടും ഈ കേസ് റീഓപ്പൺ ചെയ്യണം. യഥാർത്ഥ കൊലയാളി അയാൾ ആരാണെങ്കിലും കണ്ടുപിടിച്ചേ മതിയാവും. ഇനിയിപ്പോ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് നമ്മുടെ ഹീറോയും ടീം ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. അതായത് ഈ ഒരു കേസിൽ ഓൾറെഡി അവർക്ക് സംശയമുള്ള എല്ലാ ആളുകളെയും അവർ വിളിപ്പിച്ചിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട്. എന്നാൽ നവ്യയുടെ എക്സ് ആയിട്ടുള്ള നമ്മുടെ ആകാശില്ലേ അവൻ മാത്രം വന്നിട്ടില്ല. അപ്പൊ ഹീറോ, അല്ല അവനെന്താ വരാത്തെ? അപ്പോ ലേഡി അസിസ്റ്റന്റ് പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ അയാളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തതാ, പക്ഷെ അയാൾ പിക്ക് ചെയ്തില്ല. പിന്നെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് അയാളെ തേടി പോകാൻ നിന്നപ്പോഴാണ് സാറ് ഓൾറെഡി നമ്മുടെ രാഹുൽ നവ്യയുടെ ഹസ്ബൻഡ് തന്നെയാണ് കൊലയാളി എന്ന് ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന്റെ പിന്നാലെ പോയില്ല. അപ്പൊ ഹീറോ, നീ ഒരു കാര്യം ചെയ്, ഇപ്പൊ അവനൊന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ ആകാശിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോ അവൻ ഫോൺ പിക്കാണ്. അങ്ങനെ അവനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നവ്യയുടെ മർഡറിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് വരാന്. അപ്പൊ ആകാശ്, ഇല്ല സാറേ ഇപ്പൊ എനിക്ക് വരാൻ പറ്റാത്ത കണ്ടീഷനാ, കാരണം ഇപ്പൊ അടുത്താണ് എനിക്കൊരു ഓപ്പറേഷൻ നടന്നത്, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നേക്കാം. ആഹാ, അവൻ അതിന് മാത്രം എന്ത് സർജറി നടന്നു നോക്കണല്ലോ. നീ അവിടെ നിന്ന് വന്നിട്ടില്ലെങ്കിലും നിന്നെ തേടി ഞങ്ങൾ വന്നോളാന്ന് പറഞ്ഞ് ഹീറോയും ടീമും ആകാശിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് പോവാണ്. അവനെ കാണുമ്പോ അവന് ഓപ്പറേഷൻ നടന്ന പോലൊന്നുമില്ല. അപ്പൊ ഹീറോ, അല്ല മോനെ നിനക്ക് എന്തോ ഓപ്പറേഷൻ നടന്നേ, ഒന്നും കാണാനില്ലല്ലോ. അത് സാറേ കിഡ്നിയിൽ കല്ലുണ്ട്, അതിന്റെ ഓപ്പറേഷനാ. ആണോ, ആയിക്കോട്ടെട്ടാ. പിന്നെ കൊല്ലപ്പെട്ട നവ്യമായിട്ട് നിനക്ക് എന്താ ബന്ധം? നിനക്ക് അവളെ അറിയോ?
അറിയാ സാറേ, അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. എന്നാൽ അവൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കരുതിയില്ല. ശരിക്കും എന്നെ മാനസികമായിട്ട് അവളുടെ വിയോഗം തളർത്തിയിട്ടുണ്ട്. അപ്പൊ ഹീറോ, ആഹാ അതെല്ലേ, എന്നിട്ട് എന്തുകൊണ്ടാ നവ്യ മരണപ്പെട്ടപ്പോ അവസാനമായിട്ട് അവളെ ഒന്ന് കാണാനേ അവളുടെ മരണം നടന്ന അവളുടെ വീട്ടിലേക്ക് നീ വരാതിരുന്നേ? അപ്പൊ ആകാശ്, സാറേ അന്നായിരുന്നു എനിക്ക് ഓപ്പറേഷൻ നടന്നേ. അല്ല, അന്നാണ് നിനക്ക് ഓപ്പറേഷൻ നടന്നെങ്കിൽ അന്ന് നീ നവ്യെ വിളിച്ചിട്ടുണ്ടല്ലോ, അതെന്തിനായിരുന്നു? അത് സാറേ, ഓൾറെഡി നവ്യയുടെ കയ്യിൽ നിന്ന് ഒരു 20 ലക്ഷം ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കടം വാങ്ങിയത് തന്നെ ഓൾറെഡി ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ലോൺ പാസ്സാകുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഞാൻ പ്രതീക്ഷിക്കാതെ ആ ഒരു ലോണ് ബാങ്ക് റിജക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യം പറയാനാ ഞാൻ അവളെ വിളിച്ചത്. അങ്ങനെ ലോൺ റിജക്റ്റ് ആയ കാര്യം പറഞ്ഞിട്ട് കുറച്ച് നാൾ കൂടി തരണം, നിന്റെ അടുത്ത് വാങ്ങിയിട്ടുള്ള പൈസ തിരിച്ചടക്കാനെന്ന് പറഞ്ഞപ്പോൾ അവൾ മറുത്തൊന്നും പറഞ്ഞില്ല. അവൾ അതിന് സമ്മതിച്ചു. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് അതുപോലെ സർജറി നടന്ന ആ ഡേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വേണമല്ലോ. അവൻ ആ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അവര് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൻ പറഞ്ഞ പോലെ നവ്യ മരണപ്പെടുന്നതിന്റെ തലേ ദിവസം അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് അവൻ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പോലീസ് ടീം അവനെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ചിലപ്പോൾ അവന്റെ ഫോൺ റിംഗ് ആവാതിരുന്നതും. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, എന്തായാലും ഓപ്പറേഷൻ നടന്നല്ലേ, പുറം നാട്ടിലേക്കൊന്നും പോകേണ്ടി വരില്ല. ഇനി പോകേണ്ടി വന്നാലും കുറച്ച് നാളത്തേക്ക് പോകണ്ട. ഇനിയിപ്പോ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിന്നെ ഞങ്ങൾ വിളിച്ചോളാം. അടുത്ത സീനില് നമ്മുടെ സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള ഋഷിയില്ലേ, അവനവന്റെ ഗേൾ ഫ്രണ്ട് കീർത്തിയെ മീറ്റ് ചെയ്യാൻ പോണ്. അപ്പോൾ കീർത്തി ആണെങ്കിൽ നവ്യയുടെ മർഡർ കേസിനെ കുറിച്ചും ഇതുവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുമ്പോൾ ഋഷി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നീ ഒരു പത്രപ്രവർത്തി ആയതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ന്യൂസിൽ കൊടുക്കാനാ നമ്മള് പോലീസുകാരുടെ സമാധാനം കളയോ? അപ്പൊ കീർത്തി, അങ്ങനെയൊന്നുമല്ല, ഞാൻ വെറുതെ കാഷ്വലായിട്ട് ചോദിച്ചാ, നിനക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ ഋഷിയില്ലേ ആ ഒരു കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും അവളോട് പറയുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം കേട്ടപ്പോ അവളൊരു സജഷൻ പറയാണ്, നിങ്ങൾക്ക് ഈ കേസിലെ യഥാർത്ഥ കുറ്റവാളിയെ കിട്ടാനേ ഒരു എളുപ്പ വഴിയുണ്ടല്ലോ. അതായത് ഓൾറെഡി നവ്യയുടെ ഹസ്ബൻഡ് ഏതോ ഒരു ഇൻഫോമർ വെച്ചിട്ട് നവ്യ തന്റെ ലവറെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് നോട്ടിടാൻ വേണ്ടിയിട്ട് പുറത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു ഇൻഫോമറെ തേടി കണ്ടുപിടിച്ച പോലെ അന്ന് തന്നെയല്ലേ നവ്യ മരണപ്പെടുന്നത്. അപ്പോ അവനൊന്ന് കണ്ടത് ആരാണോ അയാൾ തന്നെ ആയിരിക്കില്ലേ കൊലയാളി. അപ്പൊ ഋഷി ഷോക്കായിട്ട്, ആഹാ കീർത്തി, നീ ആളെ സൂപ്പറാട്ടാ. അങ്ങനെ ആ ഒരു ഇൻഫോമർ ഇല്ലേ, അവന്റെ പേര് ജയ് എന്നാണ്. ജയ്യെ പോയി മീറ്റ് ചെയ്തിട്ട് അവനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവനൊന്ന് നവ്യയുടെ വീട്ടിലേക്ക് വന്നത് ആരാണ് അയാളുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ചെക്ക് ചെയ്യുമ്പോൾ അത് വേറെ ആരുമല്ല, നവ്യയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആകാശ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ജയ് ഓൾറെഡി നമ്മുടെ രാഹുലിന് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആകാശിനെ കണ്ടിട്ട് ദേഷ്യത്തിലായിരിക്കാം രാഹുൽ ഒന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവൻ വരുന്നതിന് മുൻപ് ആകാശാണ് വന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇവൻ തന്നെയാണ് അവളെ കൊന്നിട്ടുണ്ടാവുക. അങ്ങനെ അവനെ തേടി പോകുമ്പോൾ അവന് കാര്യം മനസ്സിലായിട്ടുണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരാന്ന്. അവൻ ജീവനോട് ഓടി തള്ളുന്നുണ്ട്. എന്നാൽ പോലീസ് ടീം വെറുതെ വിടുവോ? നീ ഇനി ഓടി രക്ഷപ്പെടാൻ നോക്കിയാൽ ഏത് പാതാളത്ത് പോയാലും നിന്നെ പിടിക്കും. അങ്ങനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, എന്തൊക്കെ കഥയാ? അവള് മരണപ്പെട്ട ദിവസം നീ ഇവിടെ ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലില്. ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് നിന്റെ ഈ ഒരു ഓഞ്ഞ മോൻ തന്നെയല്ലേ? നീ എന്തിനാണ് അന്ന് അവളെ വീട്ടിൽ പോയെ? സാറ് പറയുന്നല്ലോ അന്ന് അവളുടെ വീട്ടിൽ പോയ കാര്യം ശരിയാ, പക്ഷെ അവളെ കൊലപ്പെടുത്തിയത് ഞാനൊന്നുമല്ല. നോണ പറയാതെ എന്താണെന്ന് സംഭവിച്ചത് എല്ലാ കാര്യവും തുറന്നു പറ. അപ്പോ അവന്റെ ലൈഫിൽ സംഭവിച്ചത് എങ്ങനെയാണ് നവ്യ കണ്ടുമുട്ടിയത് എല്ലാ കാര്യവും തുടക്കം മുതൽ പറയാണ്. ഞാനും നവ്യ പഠിക്കുന്ന സമയത്താണ് നമ്മളുടെ ഇടയിൽ പ്രണയം ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഒരു ഡ്രൈവിന് കുറച്ച് ലോങ് പോയി. അങ്ങനെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് സ്വിമ്മിംഗ് പൂളിൽ വളരെ ഹാപ്പി ആയിട്ട് കുളിച്ച് ഫ്രഷ് ആയ ശേഷം എന്റെ ഉള്ളിലുണ്ടായിരുന്ന അവളോടുള്ള ആഗ്രഹം ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. അപ്പോൾ അവളാണെങ്കിൽ നിന്റെ മേലെ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കല്യാണത്തിന് മുൻപ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ അവനാണെങ്കിൽ അവളെ ഫോഴ്സ് ചെയ്തിട്ട് അവളുമായിട്ട് ഇന്റിമേറ്റ് ആവാൻ ട്രൈ ചെയ്തപ്പോൾ അവള് എന്നെ തള്ളി വിട്ടിട്ട് നിന്നിൽ നിന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല, ഇനി ഒരിക്കലും എന്റെ കൺമുമ്പിൽ നിന്നെ കണ്ടുപോരെന്ന് പറഞ്ഞ് ദേഷ്യത്തില് അന്ന് ബ്രേക്കപ്പും പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോയതാണ്. എന്നാൽ അതിനുശേഷം കുറെ വർഷങ്ങളായിട്ട് ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവളുടെ നമ്പറോ കോൺടാക്റ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ കോളേജില് നമ്മുടെ റീയൂണിയൻ സെറ്റ് ചെയ്തത്. അപ്പോൾ അവളെ കണ്ടപ്പോൾ ഞാൻ നേരിട്ട് അവളോട് സംസാരിക്കാൻ പോയി. എന്നാൽ അവളാണെങ്കിൽ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. അവള് ദേഷ്യത്തില് അല്ല നിനക്ക് എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ അന്നെന്റെ ഭാഗത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചുപോയി, അത് തെറ്റ് തന്നെയാ, ഞാൻ അംഗീകരിക്കുക. എന്നാൽ അതും മനസ്സിൽ വെച്ചിട്ട് എപ്പോഴും നമ്മൾ ഈ വിദ്വേഷത്തിൽ പോണോ? നിന്റെയും കല്യാണം കഴിഞ്ഞു, അതുപോലെ എന്റെയും മാരേജ് കഴിഞ്ഞു, നമുക്കിനി നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിക്കൂടെ? അങ്ങനെയാണ് ഞങ്ങളുടെ ഇടയിൽ വീണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ആവുന്നത്. അന്ന് രാത്രി തന്നെ ഞാൻ അവൾക്കൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചു. അതായത് രാഹുൽ സംശയിച്ച ആ ഒരു മെസ്സേജ് അല്ലേ, അത് കോളേജ് റിയൂണിയൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പോൾ അന്ന് കാഷ്വലായിട്ട് അയച്ചതാണ്. എന്നാൽ അതിന്റെ പേരിൽ രാഹുലും നവ്യയായിട്ട് വലിയ പ്രശ്നം നടന്നില്ലേ. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെ നവ്യ ആകാശം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ വെറുതെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അങ്ങനത്തെ മെസ്സേജ് ഒന്നും അയക്കാൻ നിൽക്കണ്ട. നിനക്കിനിപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ വിളിച്ചാൽ മതി. അനാവശ്യമായിട്ടുള്ള ഓരോ മെസ്സേജ് കാരണം എന്റെ ഹസ്ബൻഡിന്റെ എന്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. അങ്ങനെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓൾറെഡി രാഹുലിനുള്ളിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ലേ, അവൻ അങ്ങോട്ട് വരുന്നതും വീണ്ടും ആ സംശയം സ്ട്രോങ് ആവുന്നതും. അങ്ങനെ അടുത്ത ദിവസം ആകാശ് നവ്യ വിളിച്ചിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാനുണ്ട്, ഞാൻ നേരിട്ട് വീട്ടിലേക്ക് വരട്ടെ? അപ്പൊ നവ്യ, എന്റെ പൊന്നു മോനെ, ഒരാവശ്യമില്ല, വീട്ടിലേക്കൊന്നും വരണ്ട. ഓൾറെഡി നിന്റെ മേലെ എന്റെ ഹസ്ബൻഡിന് നല്ല സംശയം സ്റ്റാർട്ട് ആയതുകൊണ്ട് എനിക്ക് സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. തൽക്കാലം നമ്മൾ നോർമലി മീറ്റ് ചെയ്യാറുണ്ടായിരുന്ന ആ ഒരു കോഫി ഷോപ്പില്ലേ, അങ്ങോട്ട് വാ, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. അന്ന് ഞാൻ കോഫി ഷോപ്പിലേക്ക് അവളെ
വിളിച്ചത് എന്റെ ബിസിനസിന്റെ കാര്യം പറയാനാ. ഓൾറെഡി ഞാനൊരു ലോണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു പൈസ കിട്ടാൻ കുറച്ച് ടൈം ആവുന്ന ബാങ്ക് പറയുന്നത്. എന്നാൽ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കോംപ്ലക്സിന് ഓൾറെഡി ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് ഫുൾ പേയ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ടൈം ഏകദേശം ആവാനുമായി. അയാളാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുത്ത അഡ്വാൻസും കിട്ടില്ല. ആ ഒരു ബിൽഡിംഗ് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്ന പറയുന്നത്. എന്നാൽ ആ ഒരു സ്ഥലം ഞാൻ കുറെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ. അവരൊരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്താലേ സക്സസ് ആവുന്ന എനിക്ക് ഉറപ്പാണ്. എന്റെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവും ചെയ്യും. നിനക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരു 20 ലക്ഷം കുറച്ച് നാളത്തേക്ക് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ലോണ് കിട്ടിയ ഉടൻ തന്നെ നീ തന്ന പൈസ തിരിച്ചു തന്നേക്കാം. എന്നാൽ നവ്യ അവള് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, നിനക്ക് എന്റെ മേലെ സംശയം ഉണ്ടെങ്കിൽ വേണ്ട, ഞാൻ വേറെ വഴി എന്തെങ്കിലും കണ്ടോളാം. എന്നാൽ അവള് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, നീ ലോണ് കിട്ടിയ ഉടൻ തന്നെ തന്നാൽ മതി. അങ്ങനെ ഉടൻ തന്നെ അവളുടെ അക്കൗണ്ടിൽ നിന്ന് 20 ലക്ഷം അവന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതാണ്. ആ ഒരു പൈസ കിട്ടിയ സന്തോഷത്തില് അവളുടെ കൈ പിടിച്ചിട്ട് നിന്നോട് എങ്ങനെയാ താങ്ക്സ് പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. നിന്നെപ്പോലെ ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടിയത് എന്റെ ഭാഗ്യ. ആ ഒരു കാഴ്ചയാണ് നവ്യയുടെ ഹസ്ബൻഡ് രാഹുല് അവളെ ഫോളോ ചെയ്ത് വന്നപ്പോ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവളെ ഫോൺ ചെയ്യുന്നതും. എന്നാൽ ഓൾറെഡി ആകാശിന്റെ മേലെ സംശയമല്ലേ, ഇനിയിപ്പോ അവനെ കാണാൻ വന്നെന്ന് പറഞ്ഞാല് വലിയ പ്രശ്നമാണെന്ന് കരുതിയിട്ടാണ് ഞാൻ വീട്ടിലുള്ളതെന്ന് അവള് നുണ പറഞ്ഞിരുന്നത്. എന്നിട്ട് അവള് ഫോൺ കട്ട് ചെയ്തപ്പോ ഞാൻ അവളോട് ചോദിച്ചു, അല്ല നീ എന്തിനീ നുണ പറയുന്നേ? നിന്റെ ഫ്രണ്ടായിട്ടുള്ള എന്റെ കൂടെ കോഫി ഷോപ്പിലേക്ക് വന്നതാണ്, സത്യം പറഞ്ഞാ പോരെ? എന്നാൽ അവള് പറഞ്ഞത് ഓൾറെഡി അവനിക്ക് എന്റെ മേലെ നല്ല സംശയമാണ്, അത് നിന്നെ വെച്ചിട്ട്. ഇതെങ്ങാനും പറഞ്ഞാല് അടുത്ത ദിവസം തന്നെ ചിലപ്പോ അവൻ ഡൈവേഴ്സിന്റെ പേപ്പറായിട്ട് വരും. അതിനുശേഷമാണ് ഞാൻ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നതും നമ്മുടെ രാഹുലുമായിട്ട് ഫൈറ്റ് ഉണ്ടാവുന്നതും അതിനുശേഷം അവളുടെ അമ്മയെ വിളിച്ചിട്ട് അവളുടെ സങ്കടങ്ങൾ പറയുന്നതും. അങ്ങനെ ഇരിക്കുകയാണ് എന്റെ ബാങ്കിലെ ലോൺ റിജക്ട് ചെയ്തത്. അപ്പൊ തന്നെ അവൾ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു, നിനക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ആ ഒരു ലോണ് സാങ്ഷൻ ആവണമെങ്കിൽ ഒരാള് സെക്യൂരിറ്റി സൈൻ ചെയ്യണം, നിനക്കൊന്ന് ചെയ്തു തരാൻ പറ്റുമോ? അപ്പോൾ അവള് ദേഷ്യത്തില്, ഓൾറെഡി നിന്റെ പേരില് എന്റെ ലൈഫ് തന്നെ സ്ട്രഗിളില്ല, ഇനി മേലില് നീ എന്നെ വിളിക്കണ്ട, ദയവ് ചെയ്ത് ഫോണെന്ന് വെച്ച് എനിക്ക് കുറച്ച് സമാധാനം തരുമോ? അങ്ങനെ അവള് ഫോൺ കട്ട് ചെയ്തതാണ്. അതിനുശേഷം ഞാൻ പലപ്പോഴും ഫോൺ വിളിച്ചിട്ടും അവള് പിക്ക് ചെയ്തില്ല. അപ്പോൾ ഞാനൊരു പ്ലാൻ ചെയ്തിട്ട് ഹോസ്പിറ്റലില് കിഡ്നിയില് കല്ലുള്ള പോലെ ഒരു രേഖ ഉണ്ടാക്കിയിട്ട് അഡ്മിറ്റായി. എന്നിട്ട് എന്റെ കാർഡ് ഞാൻ എടുക്കാൻ മറന്നുപോയി. അത് വീട്ടിലുള്ളത് ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് നേരെ പോയത് നവ്യയുടെ വീട്ടിലേക്കാണ്. എന്നാൽ ആകാശിനെ കണ്ടപ്പോൾ തന്നെ നവ്യക്ക് വല്ലാതെ ദേഷ്യം വന്നിട്ട്, അല്ല നീ ഇതെന്താ വീട്ടിലേക്ക്? നിന്നോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞതല്ലേ? അല്ല നവ്യ, ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, നീ ഫോൺ എടുത്തില്ലല്ലോ. ഫോൺ എടുത്തിരുന്നെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഫോണിൽ തന്നെ പറഞ്ഞേനെ. ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലായിരുന്നു. ദയവ് ചെയ്ത് ഈ ഒരു ലോൺ സാങ്ഷൻ ആവാനുള്ള പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്യും. അപ്പൊ അവള് ദേഷ്യത്തില്, ഓൾറെഡി നിന്റെ പേരില് എനിക്ക് തീരെ സമാധാനമില്ല, ഹസ്ബൻഡായിട്ട് ദിവസവും പ്രശ്നമാണ്. ഇനി നീ എങ്ങാനും വീട്ടിൽ വന്ന കാര്യം അയാൾ അറിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ അങ്ങനെ എന്നെ കൊന്നു തന്നെ കളയും. നീ തൽക്കാലം ഒന്ന് വീട്ടിൽ നിന്ന് പോ. എന്നാൽ അവനാണെങ്കിലേ, നീ ഒന്ന് സൈൻ ചെയ്യേ, ഞാൻ പോയിക്കോളാം. ഒരു സൈനും ചെയ്യാൻ പറ്റില്ല, നീ ഒന്ന് ഇവിടുന്ന് പോയിത്താ. ആഹാ കൊള്ളാല, സൈൻ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, നിന്നെ കൊണ്ട് എങ്ങനെയാ സൈൻ ചെയ്യിപ്പിക്കേണ്ടതെന്ന് എനിക്ക് നല്ലോണം അറിയാം. അങ്ങനെ അവന്റെ യഥാർത്ഥ രൂപമില്ലേ പുറത്ത് വരികയാണ്. അങ്ങനെ അവളുടെ കഴുത്ത് പിടിച്ചിട്ട് അവളെ ഉപദ്രവിച്ചിട്ട് പറയുന്നുണ്ട്, നീ എന്താ കാര്യത്തെ? കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിന്നോട് എനിക്ക് പ്രണയമായിരുന്നു എന്ന്, നിന്നോട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം തീർക്കുക, നിന്റെ പേരിലുള്ള സ്വത്ത് മുഴുവൻ കയ്യിലാക്കുക. എന്നാൽ അന്ന് നീ മിസ്സായി രക്ഷപ്പെട്ടു പോയി, എന്നാൽ ഇനി നീ എങ്ങോട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ വീണ്ടും അവളെ ഉപദ്രവിക്കാൻ നോക്കുമ്പോ പെട്ടെന്ന് ആരോ പുറത്ത് ബെല്ലടിക്കുകയാണ്. അപ്പൊ അവൻ പറയുന്നുണ്ട്, നിനക്ക് ഒച്ച ഉണ്ടാക്കണമെന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ഓർത്തോ, അന്ന് നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്തില്ലേ, അന്ന് നീ ഡ്രസ്സ് മാറുന്ന സമയത്ത് ചില വിഷ്വൽസ് ഞാൻ ക്യാമറ വെച്ചിട്ട് ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം മോള് സമാധാനത്തിൽ പോയിട്ട് പുറത്ത് ആരാ വന്നിട്ടുള്ളത്, അതിനിപ്പോ നിന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ആരാണെങ്കിലും മയത്തില് അവരെ പറഞ്ഞയച്ചിട്ട് ഒന്നും നടക്കാത്തോലെ തിരിച്ചു വാ. ഇനിയിപ്പോ എനിക്ക് പണി തരാനേ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ളില് നിന്റെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആവും. എന്നാൽ അവനാണെങ്കിലേ ഉള്ളില് അവള് പുറത്തു പോയിട്ട് വരുന്നവരെ കാത്തു നിൽക്കാണ്. എന്നാൽ ആരാണ് ഉള്ളിലേക്ക് വന്നതെന്നും കാണിക്കുന്നില്ല. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആകാശ് എന്നെ രക്ഷിക്കുന്നു നവ്യ അലറി വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ ആ വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ അതിന് പറ്റുന്നില്ല. പുറത്തുനിന്ന് ആരോ ആ വാതില് ലോക്ക് ചെയ്തിട്ടുണ്ട്. കുറെ നേരം നോക്കിയിട്ട് പറ്റാതായപ്പോ അവസാനം ആ ഒരു ജനലിന്റെ സ്ക്രൂ കഴിച്ചിട്ട് ജനലിലൂടെ ചാടി അവളുടെ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോ അവളുടെ ബെഡില് അവൾ മരണപ്പെട്ട് കിടക്കുന്ന ഞാൻ കാണുന്നേ. അവളുടെ സ്വത്തുകൾ കയ്യിലാക്കിയിട്ട് അവളെ തീർത്ത് കളയാൻ തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. എന്നാൽ അതിനുള്ളില് അവൾ ഈ പാര കൊലപ്പെടുത്തി ചെയ്യാത്ത കുറ്റത്തിന് പിടികൊടുക്കണ്ടല്ലോ. അങ്ങനെ ചെറിയൊരു ഭയത്തില് അവിടെ ഞാൻ രക്ഷപ്പെട്ടു പോയതാണ്. അങ്ങനെ ആകാശ് പറയുന്നുണ്ട്, സാറേ ഞാൻ അവിടെ പോയ കാര്യം സത്യ, എന്നാൽ അവളെ ഞാൻ കൊലപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഹീറോ, അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അങ്ങനെ മരണപ്പെടുന്നതിന് മുൻപ് നമ്മുടെ നവ്യയുടെ കഴുത്തില് ചില കൈരേഖകള് ഫിംഗർ പ്രിന്റ്സ് ഉണ്ടായിരുന്നു. അത് ആരതാന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോ അതില് ഒരു കൈരേഖ നമ്മുടെ ആകാശന്റേതാണ്, എന്നാൽ മറ്റൊരു കൈരേഖ അത് വേറെ ആരതാണ്. എന്നാൽ ആ ഒരു മറ്റൊരു കൈ കണ്ടപ്പോ ഒരു അസിസ്റ്റന്റ് പറയുന്നുണ്ട്, സാറേ ഇത് കണ്ടിട്ടൊരു പെൺകുട്ടിയുടെ കൈ പോലെ ഉണ്ടല്ലോ. ആഹാ, അപ്പോ ഇവൻ ആ വീട്ടിലുള്ള സമയത്ത് തന്നെ വേറെ ആരോ ആ വീട്ടിൽ വന്നിട്ടാണ് അവളെ കൊലപ്പെടുത്തിയിട്ട് പോയിട്ടുള്ളത്. അതൊരു ലേഡി ആണെങ്കിൽ അവരാരായിരിക്കും? ആ വീട്ടിലേക്ക് ലേഡി എന്ന് പറഞ്ഞു വരാനേ ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരി മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരെ വിളിപ്പിച്ചിട്ട് അവരെ ചോദ്യം ചെയ്യാണ്. അത് മാത്രമല്ല അവരുടെ ഫിംഗർ പ്രിന്റ് ഇല്ലേ നവ്യയുടെ കഴുത്തിലുള്ളത്, ആ ഒരു ഫിംഗർ പ്രിന്റ് ആണോ എന്നും ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഫിംഗർ പ്രിന്റ് മാച്ച് ആവുന്നില്ല. അല്ല ഇവരും അല്ലെങ്കിൽ ഇപ്പോ ആരായിരിക്കും? ഹീറോയുടെ ടീമിന് തല പുകയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് ഹീറോ ഋഷി പറയുന്നത്, അല്ല സാറേ, നവ്യയുടെ അച്ഛനും അമ്മയും അവൾ മരണപ്പെട്ട കാര്യം ഇൻഫോം ചെയ്തപ്പോ അവര് ആ
ക്രൈം സീനിലേക്ക് നവ്യയുടെ വീട്ടിലേക്ക് അരമണിക്കൂറിനുള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ വീട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 3 മണിക്കൂറിൽ മേലെ ട്രാവൽ ഉണ്ട്. പിന്നെ അവരെങ്ങനെയാ അരമണിക്കൂറുണ്ട് അത്ര പെട്ടെന്ന് എത്തിയത്? അപ്പൊ ഹീറോ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവരോട് തന്നെ ചോദിച്ചോളാം. അങ്ങനെ ഹീറോ നേരെ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് നവ്യയുടെ വീട്ടിലേക്ക് 3 മണിക്കൂറിൽ കൂടുതൽ ട്രാവൽ ഇല്ലേ? പിന്നെ പോലീസ് മരണം ഇൻഫോം ചെയ്തപ്പോ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ എങ്ങനെ എത്തിയേ? അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, സാറേ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നില്ലേ അവളുടെ ഹസ്ബൻഡ് കുറച്ച് നാളായിട്ട് അവൾ ഉപദ്രവിക്കുന്നുണ്ടെന്നൊക്കെ. അവൾ മരണപ്പെടുന്നതിന്റെ തലേ ദിവസവും അവൾ വിളിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ അവരുടെ ഇടയിലുള്ള പ്രശ്നം, എങ്ങനെയാണ് അതൊന്ന് മാറ്റാൻ പറ്റുക, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ നവ്യയുടെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് ടീം വിളിച്ചിട്ട് അവൾ മരണപ്പെട്ട കാര്യം പറയുന്നേ. സാറേ സത്യം പറയാലോ, അന്ന് നമ്മൾ ഇറങ്ങിയില്ലേ, അത് കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ അവൾക്ക് ആ അപകടം സംഭവിക്കില്ലായിരുന്നു. ഒരു വിധത്തില് അവളുടെ മരണത്തിന് ഞങ്ങളും കാരണമാണ്. അവള് ഹസ്ബൻഡിന്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞപ്പോഴേ ഉടനെ തന്നെ നമ്മൾ പോകേണ്ടതായിരുന്നു. അപ്പൊ ഹീറോ നിങ്ങൾ വെറുതെ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, എന്തായാലും അവളുടെ കുറ്റവാളിയെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇട്ടുതരും. അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് അവർ തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഋഷിയിലെ അവൻ എന്തോ ഒരു കാര്യം കത്തുന്നത്. അതായത് ആ ഒരു വീട്ടിലെ നവ്യയുടെ അച്ഛന്റെയും അമ്മയുടെയും കല്യാണ ഫോട്ടോ ഉണ്ട്. അതിലാണെങ്കിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 22 വർഷമായെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ മരണപ്പെടുന്ന സമയത്ത് നവ്യയുടെ വയസ്സ് 24ആണ്. അങ്ങനെയാണെങ്കിൽ ഇവര് തന്നെയാണോ ഇനി നവ്യയുടെ അച്ഛനും അമ്മയും? ഇവരെന്തോ നുണ പറയുന്നുണ്ട്. എന്തായാലും സംശയം തീർക്കാം. അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നവ്യയുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു ലേഡിയുടെ ഫിംഗർ പ്രിന്റ് ഏതാണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത് അവളുടെ അമ്മയുടെ ഫിംഗർ പ്രിന്റ് തന്നെയാണ്. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾ പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേരുണ്ട്, അതായത് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇതുവരെ 40 ആളുകളെ സീനിയേഴ്സിന്റെ അനുമതി പോലും ഇല്ലാതെ ഞാൻ കൊന്നു തള്ളിയിട്ടുണ്ട്. ക്രിക്കറ്റിൽ 50 അടിക്കുന്ന പോലെ നിങ്ങളെ രണ്ടുപേരും കൂടി തീർത്തു കഴിഞ്ഞാൽ 50 ആവും. എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, സാറേ ഞങ്ങളെല്ലാം സത്യം പറയാം. അവർ പറയുന്നുണ്ട്, സാറേ സത്യത്തില് നവ്യ ഞങ്ങളുടെ മകളല്ല, എന്റെ ഏട്ടന്റെ മകളാണ്. എന്റെ ഏട്ടൻ മരണപ്പെട്ട ശേഷം അവളെ ഞങ്ങൾ ഏറ്റെടുത്ത് വളർത്തിയതാണ്. ഏട്ടനാണെങ്കിൽ കുറച്ചു കാലം കൊണ്ട് തന്നെ കുറേയധികം സ്വത്ത് സമ്പാദിച്ചിരുന്നു. ഏട്ടനാണെങ്കിൽ മരണപ്പെടുന്നതിന് മുൻപ് ആ ഒരു സ്വത്ത് മുഴുവൻ അവരുടെ ഏക മകളായിട്ടുള്ള നവ്യയുടെ പേരിലാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ മറ്റൊരു ക്ലോസ് കൂടെ ഉണ്ടായിരുന്നു. അതായത് നവ്യയെ ആരാണ് വളർത്തുന്നത്, അവൾക്ക് ഒരു നല്ല ലൈഫ്, ഒരു മാരേജ് റെഡിയായി കൊടുക്കുന്നത്, അതായത് അവളുടെ ഗാർഡിയൻ ആവുന്നത്, അവർക്ക് നവ്യയുടെ കല്യാണ ശേഷം അവളുടെ അച്ഛന്റെ മുഴുവൻ സ്വത്തിൽ നിന്ന് പാതി സ്വത്തിന് അവകാശം കിട്ടും. എന്നാൽ അങ്ങനെ സ്വത്ത് കൊടുക്കണോ വേണ്ടോ എന്ന് നവ്യ തീരുമാനിക്കണം. അവളുടെ സൈനിക മാത്രമേ ആ ഒരു സ്വത്ത് അവളുടെ ഗാർഡിന് കിട്ടുള്ളൂ. അങ്ങനെ ഒരു ക്ലോസ് അവളുടെ അച്ഛൻ ആ ഒരു എഗ്രിമെന്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ആഗ്രഹത്തോടെ അവളെ നല്ല രീതിയിൽ വളർത്തിയിട്ട് അവളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അവളോട് പലപ്പോഴായിട്ട് ആ ഒരു സ്വത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചതാ. എന്നാൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും അവൾ സ്വത്ത് എഴുതി തന്നില്ല. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നീട്ടി കൊണ്ടുപോയിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാനാണ് അവളുടെ വീട്ടിലേക്ക് അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അതേ ദിവസം തന്നെയാണ് ആകാശ് അവളെ കൊലപ്പെടുത്താനായിട്ട് നേരത്തെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. നവ്യ വന്ന് നോക്കുമ്പോൾ അച്ഛനെ അമ്മയും കണ്ടപ്പോ, അല്ല നിങ്ങളെന്താ ഇവിടെ? അല്ല നീയല്ലേ ഇന്നലെ രാഹുൽ നിന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു വിളിച്ചത്? അല്ല വരാൻ പറഞ്ഞു വിളിച്ച കാര്യം ശരിയാ, എന്നാലും നിങ്ങൾ വരുന്നതിന് മുമ്പ് എനിക്കൊന്ന് ഫോൺ ചെയ്യേണ്ടിയിരുന്നോ? ഞാനിപ്പോ കുറച്ച് അർജന്റ് വർക്കില്ല, നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വാ. എന്നാൽ അവളുടെ രണ്ടാം അച്ഛനില്ലേ, ഞങ്ങള് പോയിക്കോളാം, അതിനു മുൻപ് മോളൊരു കാര്യം ചെയ്യ്, ഈ ഒരു എഗ്രിമെന്റിൽ ഒന്ന് സൈൻ ചെയ്യ്. അപ്പൊ നവ്യ, ഇപ്പോ ഒരു സൈൻ ചെയ്യാനും സമയമില്ല. അല്ല നീ ആഗ്രഹിച്ച എല്ലാം ചെയ്തു തന്നിട്ട് നിന്നെ വളർത്തി ഇത്ര വലുതാക്കിയിട്ട് ഈ ഒരു സ്വത്ത് എഴുതരാന് നിനക്ക് എന്താ ഇത്രക്ക് മടി? നീ എന്താ കരുതിയേ? നിന്നോടുള്ള സ്നേഹം കൊണ്ടാ നിന്നെ വളർത്തി വലുതാക്കിയാന്നോ? ഈ സ്വത്ത് കണ്ടിട്ട് തന്നെയാ. എന്നാൽ അത് കേട്ടപ്പോ നവ്യക്ക് ഇത് വല്ലാതെ കൊണ്ടിട്ടുണ്ട്. നിങ്ങളിനി എന്നെ മകളായിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങളെ സ്വന്തം അച്ഛനും അമ്മയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നേ. നിങ്ങളുടെ ആർത്തി തീർന്ന സമാധാനാവോ? അച്ഛൻ പറഞ്ഞ പോലെ പകുതി ആക്കണ്ട, മുഴുവൻ സ്വത്തും നിങ്ങൾ തന്നെ എടുത്തോ. അങ്ങനെ അവളുടെ മുഴുവൻ സ്വത്തും അവരുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് സൈൻ ചെയ്യാണ്. അപ്പോ അവളുടെ രണ്ടാനമ്മയില്ലേ, അവളെ ഓടി വന്ന് ഹഗ് ചെയ്തിട്ട് അവളുടെ കഴുത്ത് പിടിച്ചമർത്താണ്. അതായത് ഓൾറെഡി അവളുടെ അച്ഛനൊരു വില്ല് എഴുതി വെച്ചിട്ടില്ലേ, ഇനിയിപ്പോ കുറച്ച് നാൾ കഴിഞ്ഞാല് ഇവളുടെ മനസ്സ് മാറിയിട്ട് വീണ്ടും സ്വത്തിന് വേണ്ടി വന്നാലോ? എന്നാൽ നവ്യ കൊലപ്പെടുത്തി കഴിഞ്ഞാല് പിന്നെ ആരും വരില്ലല്ലോ. അങ്ങനെ രണ്ടുപേരും കൂടി അവളെ കൊല്ലാൻ നോക്കുകയാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ അവരെ തട്ടി മാറ്റിയിട്ട് അവള് ഓടി രക്ഷപ്പെടുമ്പോ പോലീസിനെ 100ലേക്ക് വിളിച്ച് പറയുന്നുണ്ട്, ഞാനൊരു അപകടത്തിൽപ്പെട്ടിരിക്കുക. എന്നാൽ അതിനുള്ളിൽ അവരാ ഫോണ് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞിട്ട് അവളെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച് കഴുത്തിൽ തുണി കെട്ടിയിട്ട് അവളെ കൊന്നുകളയാൻ ട്രൈ ചെയ്യാണ്. അങ്ങനെ അവള് മരണത്തിന്റെ വക്കിലെത്തിയപ്പോ പുറത്ത് പോലീസ് വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് അവള് ഫോൺ ചെയ്തിട്ടാണ് വന്നെന്ന് കരുതിയിട്ട് ഞങ്ങള് ഭയന്ന് വിറച്ചിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണെന്ന് അവളുടെ രണ്ടാം അച്ഛനും അമ്മയും ഹീറോയോട് പറയാണ്. അപ്പൊ ഹീറോ, നിങ്ങളുടെ ഏട്ടന്റെ മകളായിട്ട് നിങ്ങൾ എടുത്തു വളർത്തിയ, നിങ്ങളെ അച്ഛനും അമ്മയായിട്ട് കണ്ട ഒരു പെൺകുട്ടിയെ ഒരു പെണ്ണാണെന്ന് പോലും നോക്കാതെ കൊന്നു കളയാന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സ് വന്നേ? അങ്ങനെ നവ്യയുടെ കൊലയാളി അവളുടെ രണ്ടാം അച്ഛനും അമ്മയാണെന്ന് ഹയർ ഓഫീസേഴ്സിനെ ഇൻഫോം ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആ ഒരു കേസ് ക്ലോസ് ചെയ്യാണ്. അടുത്ത സീനിൽ നമ്മുടെ സെക്കൻഡ് ഹീറോ അല്ലെ ഋഷി, അവന്റെ ഗേൾഫ്രണ്ട് കീർത്തി മീറ്റിംഗ് വരെയാണ്.
അവളാണെങ്കിൽ ഒരു ന്യൂസ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല കീർത്തി, നീ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞ്? ഈ ഒരു പെൺകുട്ടികൾ നോക്ക്, ഇവരാരാണെന്ന് നിനക്ക് മനസ്സിലായോ? അപ്പൊ ഋഷി, എനിക്കെങ്ങനെ മനസ്സിലാവാനാ? ഇവരാരാന്ന് വെച്ചാല് ഇവര് പലപ്പോഴായിട്ട് ബലാത്സംഗത്തിന് ഇരയായിട്ടുള്ള വിക്ടിംസ് ആണ്. മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും തകർന്നു പോയ ഈ കുട്ടികളെ ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, കൊല്ലപ്പെട്ട നവ്യയിലെ അവള് തന്നെയായിരുന്നു. അല്ല, അവളിത്ര നല്ല മനസ്സിന് ഉടമയായിട്ടൊരു കുട്ടിയായിരുന്നു. അവളെ നിനക്കെങ്ങനെ പരിചയം? അതായത് ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോ അവരെ ഇന്റർവ്യൂ ചെയ്യാന് ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായത് ദിവ്യ ഇതുപോലെ അബ്യൂസിനിരയായ കുട്ടികളെ ഹെൽപ്പ് ചെയ്തിട്ട് അവരെ മെന്റലി സ്ട്രോങ് ആക്കാന് പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർ ഉപദ്രവിച്ച ആ ഒരു കുറ്റവാളികൾക്ക് യഥാർത്ഥ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും അവൾ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ നല്ല പ്രവൃത്തിക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു അവാർഡ് അവൾക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ അവളെ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. നവ്യയോട് പല ആളുകൾക്കും ദേഷ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നീ പറഞ്ഞ പോലെ അവളുടെ അച്ഛനും അമ്മയാണ് അവളെ കൊലപ്പെടുത്തിയത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ മരണത്തിന് പിന്നിലെ വേറെയും പല എന്തൊക്കെയോ രഹസ്യം ഒളിഞ്ഞു നടക്കുന്നുണ്ട്. അപ്പൊ ഋഷി, അല്ല നീ ഇതെന്താ നേരത്തിനോട് പറയാത്തെ? അല്ല, നിങ്ങളുടെ അന്വേഷണം എങ്ങോട്ടാ പോകുന്ന ഒരു ഐഡിയ കിട്ടിയില്ല. കേസ് വഴിതിരിഞ്ഞ് പോകുന്നുണ്ടോന്ന് ഡൗട്ട് തീർക്കാനാ ഇടക്കിടക്ക് നിന്നോട് ഈ കേസിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. നവ്യ ആണെങ്കിൽ 100-ൽ കൂടുതൽ ആളുകളുടെ മേലെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നീ പറഞ്ഞത് അവളുടെ രണ്ടാം അച്ഛനും അമ്മയും അവളെ കൊലപ്പെടുത്തി നോക്കിയപ്പോ അവള് മരണപ്പെട്ടു എന്ന് ഉറപ്പായിട്ടല്ലോ അവിടുന്ന് രക്ഷപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ അവളുടെ മർഡറിന് പിന്നിലെ വേറെ ആരോ ആണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഋഷിയില്ലേ, നവ്യ ആരുടെയൊക്കെ പേരിലാണ് കംപ്ലൈന്റ് കൊടുത്തെന്നുള്ള ആ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാണ്. അതുപോലെ അവസാനം അവൾ മരണപ്പെടുന്നതിന് മുൻപ് അവള് 100-ലേക്ക് ഹെൽപ്പിന് വേണ്ടി വിളിച്ചിരുന്നുവെന്ന് അവളുടെ രണ്ടാം അച്ഛനും അമ്മയും പറഞ്ഞിരുന്നില്ലേ? എന്നാൽ അവളുടെ നമ്പറിലെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ 100-ലേക്ക് അവൾ വിളിച്ചതായിട്ട് ഒരു റെക്കോർഡും ഇല്ല. അല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ ഋഷി നേരെ കൺട്രോൾ റൂമിൽ പോയിട്ട് നവ്യയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് അവള് മരണപ്പെട്ട ദിവസം മരണത്തിന്റെ 1 മണിക്കൂർ മുൻപ് 100-ലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഓഫീസർ പറയുന്നുണ്ട്, സാറ് നിങ്ങൾ പറഞ്ഞ പോലെ അന്നത്തെ ദിവസം ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു, എമർജൻസിയാണ്, ആരവളെ കൊലപ്പെടുത്താൻ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ഫോൺ കട്ടായി പോയി. ഉടനെ തന്നെ ഞാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ആ ഒരു കാര്യം ഇൻഫോം ചെയ്തിട്ട് അവളെ രക്ഷിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത സ്റ്റേഷനിലേക്ക് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ ഒരു ഓഫീസർ പറയുന്നുണ്ട്, സാറ് നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് അന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നാണെങ്കിൽ ഞാൻ മാത്രമേ സ്റ്റേഷനിലുണ്ടായിട്ടുള്ളൂ. അന്ന് CM വരുന്നതുകൊണ്ട് ബാക്കി എല്ലാ ഓഫീസേഴ്സും CMന് പ്രൊട്ടക്ഷന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഉടനെ തന്നെ ഞാൻ എന്റെ ഹയർ ഓഫീസറെ വിളിച്ച് ഇൻഫോം ചെയ്തു. അപ്പോൾ അങ്ങേര് പറഞ്ഞത്, ഞാനിന്ന് ലീവിലാണ്, എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാതെ സ്റ്റേഷനിലേക്ക് ആരാണ് ആദ്യം വരുന്നത് ആ ഒരു ഓഫീസറെ പറഞ്ഞുവിടാൻ നോക്ക്. അങ്ങനെ ഞാൻ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ 2 ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാൻ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ അവരോട് എത്തിയപ്പോൾ അതിനുള്ളിൽ ആ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അല്ല, നവ്യയുടെ അച്ഛനും അമ്മയും പറഞ്ഞ പോലെ അവൾ പോലീസിനെ വിളിച്ചു എന്ന കാര്യം സത്യമാണ്. അത് പോലീസ് ഓഫീസേഴ്സ് കൺഫേം ചെയ്യുന്നുണ്ട്. എന്നാൽ അവൾ വിളിച്ച ആ ഒരു റെക്കോർഡ് മാത്രം എങ്ങനെ മിസ്സാവുക? അത് കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു സിമ്മിന്റെ കമ്പനിയിലേക്ക് തന്നെ പോയിട്ട് നവ്യ മരണപ്പെട്ട ദിവസം ഈ ഒരു നമ്പറിൽ നിന്ന് 100-ലേക്ക് കോൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് റെക്കോർഡിൽ കാണുന്നില്ല. അതിന്റെ റീസൺ എന്താ? അവര് ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ, സാറേ നിങ്ങൾ പറയുന്ന പോലെ 100-ലേക്ക് അന്ന ദിവസം ആരും വിളിച്ചിട്ടില്ല എന്ന റെക്കോർഡ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ മിസ്സായതാണെങ്കിലോ അല്ലെങ്കിൽ എറേസ് ചെയ്തതാണെങ്കിലോ അത് കണ്ടുപിടിക്കാൻ സെർവറിൽ ചെക്ക് ചെയ്യണം. അതിന് നിങ്ങൾ മാനേജറെ മീറ്റ് ചെയ്യേണ്ടി വരും. അല്ല, മാനേജർ എവിടെയാ? ഇങ്ങനെ വീട്ടിലേക്ക് പോയല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യ്, അയാളെ വിളിച്ചു പറ. എന്നാൽ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്നൊരു കാര്യം ചെയ്യ്, അയാളുടെ അഡ്രസ്സും ഉണ്ട്. അങ്ങനെ മാനേജറിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഗുണ്ടകളില്ലേ ഋഷിയെ അടിച്ച് കൊലപ്പെടുത്താൻ ഋഷിയാണ്. എന്നാൽ അതേ സമയത്ത് ഋഷിയുടെ രക്ഷകനായിട്ട് നമ്മുടെ ഹീറോ അവിടത്തേക്ക് എത്താണ്. അങ്ങനെ എല്ലാത്തിനെയും അടിച്ച് പഞ്ചറാക്കുന്നുണ്ട്. അങ്ങനെ രക്ഷപ്പെടുത്തി ഋഷിയോട് ചോദിക്കുന്നുണ്ട്, അല്ല അവരാരാ? നിന്നെ എന്തിനാ അവർ കൊല്ലാൻ നോക്കുന്നത്? അതാ സാറേ എനിക്കും അറിയാത്തെ. നവ്യയുടെ മരണത്തില് എനിക്ക് ചില സംശയങ്ങളുണ്ട്. അവളുടെ കൊലയാളി ആ ഒരു അച്ഛനും അമ്മയും അല്ല. അപ്പൊ ഹീറോ, നീ വെറുതെ അതിന്റെ പിന്നാലെ പോണ്ട. ഓൾറെഡി ഈ കേസ് ക്ലോസ് ആയില്ലേ? നിലവിലുള്ള നമ്മുടെ അന്വേഷണവും കറക്റ്റ് റൂട്ടിലായിരുന്നില്ലേ? അവസാനം അവളുടെ അച്ഛനും അമ്മയും തന്നെ കുറ്റം സമ്മതിക്കുകയും ചെയ്തില്ലേ? അപ്പൊ ഋഷി, സാറ് പറയുന്നതൊക്കെ ശരി തന്നെയാ. എന്നാൽ നമ്മൾ സംശയിക്കുന്ന എല്ലാവരെയും കസ്റ്റഡിയിൽ വെച്ചാലും ഇപ്പോ എന്നെ ആരോ കൊലപ്പെടുത്താൻ നോക്കില്ലേ? അതാരായിരിക്കും? അപ്പൊ ഹീറോ, അതെനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ ഉടൻ തന്നെ വിളിച്ചാൽ മതി. അങ്ങനെ ഹീറോ നേരെ ആ ഒരു മാനേജറിന്റെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അയാൾ ഓൾറെഡി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവിടെ അടുത്താണെങ്കിൽ ഒരു ആത്മഹത്യ നോട്ട് ഉണ്ട്. അല്ല, ഇതെന്ത് പണ്ടാരിത്? എങ്ങനെ പോയാലും അവസാനം വീണ്ടും കുടുങ്ങാണല്ലോ. ഇനിയിപ്പോ ആകെയുള്ള വഴി എന്താ? നമ്മുടെ ഋഷിയെ കൊല്ലാൻ നോക്കിയ ആ ഒരു ഗുണ്ടകളില്ലേ, അവരാരാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ അവരൊരു പാർട്ടിയിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഓരോരുത്തരെ തൂക്കിക്കൊണ്ടുവന്നിട്ട് അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഋഷിയില്ലേ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, ഇനി സാറ് പറ, എന്തിനാ നവ്യ കൊന്നുകളഞ്ഞേ? അപ്പൊ ഹീറോ, അല്ല നീ ഇതെന്താ പറയുന്നേ? ഞാൻ നിന്റെ ഹയർ ഓഫീസർ അല്ലേ? നീ എന്നെ ചോദ്യം ചെയ്യാ? സാറിനി ഒന്നും മറിച്ചിട്ട് കാര്യമില്ല. എന്നെ കൊല്ലാന് ആ അടിയാൾക്കാരെ അയച്ചു തന്നെ സാറല്ലേ? അങ്ങനെ ആ ഒരു അടിയാൾ വിളിച്ചപ്പോ അയാളെ സത്യം പറയുന്നുണ്ട്. സാറേ, എന്റെ പേരിൽ കുറേയധികം കേസ് ഉണ്ടായിരുന്നു. എന്നെ എൻകൗണ്ടറിൽ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്താനേ ACP സത്യ ഇദ്ദേഹം വന്നപ്പോഴാണ് എന്നോട് ചോദിച്ചത്, നിന്നെ ഞാൻ തീർത്ത് കളയണോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു ജോലി ചെയ്തിരുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കൊല്ലില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തുതരാം. അങ്ങനെയാണ് ഋഷിയെ കൊലപ്പെടുത്താന് ഋഷിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരെ നമ്മുടെ ACP പാർത്ത, ഇനിയിപ്പോ ഇങ്ങനെ വില്ലെന്ന് വിളിക്കാം, വില്ലൻ അയച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവര് ഋഷിയെ കൊല്ലാൻ നോക്കുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മുടെ ഹീറോ ചാടി വീണിട്ട് ഋഷിയെ രക്ഷപ്പെടുത്താണ്. അപ്പൊ നമ്മുടെ റൗഡിയിലെ, അല്ല സാറേ, നിങ്ങൾക്ക്
നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടോ? നിങ്ങൾ തന്നെ കൊല്ലാൻ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ രക്ഷിക്കുക. നവ്യയുടെ കേസിൽ അവൻ വല്ലാതെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. അവന്റെ പോക്ക് കാണുമ്പോൾ അവസാനം ഞാനാണ് അവളുടെ കൊലയാളിയെന്ന് അവൻ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് ചെറിയൊരു പേടി പോലെ. അങ്ങനെയാണ് അവനെ തീർക്കാൻ തീരുമാനിച്ചേ. പിന്നെയാണ് എനിക്ക് ആ കാര്യം കത്തിയത്. അവനെ തീർത്തു കഴിഞ്ഞാൽ അവനൊരു പോലീസുകാരനല്ലേ, പിന്നെ അവന്റെ മർഡർ ഒരു CBI ഏറ്റെടുക്കും. പിന്നെ അവരന്വേഷണത്തിന് ഇറങ്ങിയാല് അവസാനം അവര് വന്ന് എന്റെ നേരെ മുമ്പിൽ നിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തേക്ക്. ആ ഋഷി നേരെ പോകുന്നത് ആ മാനേജറെ കാണാനല്ലേ, ആ മാനേജർ അങ്ങ് തീർത്തിട്ട് ഒരു ആത്മഹത്യ ചെയ്ത പോലെ സെറ്റ് ചെയ്തേക്ക്. അങ്ങനെയാണ് ഇവര് പോയിട്ട് ആ ഒരു മാനേജറെ കൊലപ്പെടുത്തിയിട്ട് അതൊരു ആക്സിഡന്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു റൗഡിയെ പറഞ്ഞ ശേഷം ഹീറോയോട് പറയുന്നുണ്ട്, അപ്പോ ഇനി സാറ് പറയല്ലേ യഥാർത്ഥ സത്യം എന്താന്ന്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഇല്ലേ യഥാർത്ഥ സത്യം എന്താന്ന് പറയുന്നത്. ഹീറോയ്ക്ക് ഒരു അനിയനുണ്ടായിരുന്നു. എന്നാൽ അനിയനാണെങ്കിൽ ഫുള്ള് മയക്കുമരുന്ന്, കഞ്ചാവ്, അതായത് കിളി പറത്ത് നടക്കുന്ന ഒരുത്തനായിരുന്നു. ഒരിക്കൽ അവൻ അടിച്ചു കറങ്ങിയിട്ട് കാറിൽ പോകുമ്പോൾ ഒരു പെൺകുട്ടിയും അവളുടെ ഏട്ടനും കൂടി നടന്നു വന്ന് കണ്ടപ്പോൾ അവളുടെ ഏട്ടനെ അടിച്ച് താഴെയിട്ടിട്ട് ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് അതിനുശേഷം അവളെ കൊലപ്പെടുത്തിയിട്ട് അവൻ രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ ആ ഒരു കാഴ്ച പാതി മയക്കത്തിൽ കണ്ട അവളുടെ ഏട്ടനില്ലേ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് തന്റെ അനിയത്തിക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടത് ഒന്നും മനസ്സിലായില്ല. ഉടനെ തന്നെ ദിവ്യ ഫോൺ ചെയ്തിട്ട് തന്റെ അനിയത്തിക്ക് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. എന്നാൽ ആ ഒരു സമയത്ത് ദിവ്യ ഉണ്ടായിരുന്നത് വിദേശത്തായിരുന്നു. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആവും, എന്നാൽ അതിനുള്ളിൽ നിങ്ങളുടെ അനിയത്തിക്ക് സംഭവിച്ച കാര്യം തൊട്ടടുത്ത സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ്. അങ്ങനെ ഏട്ടനാണെങ്കിൽ ആ ഒരു കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നതിന്റെ അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഹീറോയുടെ അനിയൻ വന്നിട്ട് ഏട്ടാ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി എന്നെ രക്ഷിക്കുന്നു പറയുന്നത്. എന്നാൽ സാധാരണ കുറച്ച് നീതിബോധമുള്ളൊരു പോലീസുകാരനാണെങ്കിൽ അവന്റെ മുഖത്ത് രണ്ടെങ്കിലും കൊടുക്കണ്ടേ. എന്നാൽ ഹീറോ ആണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ അനിയനായി പോയില്ലേ, എന്തെങ്കിലും ചെയ്യാം. അതേ സമയത്ത് തന്നെയാണ് അവൻ കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ ഏട്ടൻ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വരുന്നത്. ആ ഒരു കംപ്ലൈന്റ് എടുത്ത ശേഷം തന്റെ അനിയനെ പുറം നാട്ടിലേക്ക് ഈ ഒരു കേസ് ഞാൻ വേറെ ആരുടെങ്കിലും തലയിൽ വെച്ചു കൊടുത്തോളാം, അത് കഴിഞ്ഞിട്ട് ഇത് വന്നാതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചതാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ തന്റെ അനിയനെ രക്ഷിക്കാൻ ആ ഒരു റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടിയിലെ അവളുടെ കേസ് ഈ ഒരു ഹീറോ അല്ല വില്ലൻ, ഇയാളെ വില്ലൻ തന്നെയല്ലേ, വില്ലൻ തന്നെ ഏറ്റെടുത്താണ്. എന്നിട്ട് അവസാനം തന്റെ അനിയത്തിയെ ഏട്ടൻ തന്നെയാണ് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയെന്ന് ഫേക്ക് ആയിട്ടുള്ള എവിഡൻസുകളും സെറ്റ് ചെയ്തിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ഏട്ടനെ ഇയാളെ തന്നെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്താണ്. ഈ ഒരു സീൻ തന്നെയാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ തന്റെ അനിയത്തിക്ക് അപകടം സംഭവിച്ചപ്പോൾ തന്നെ നവ്യയെ വിളിച്ചിട്ട് ഏട്ടൻ പറഞ്ഞിരുന്നില്ലേ. അങ്ങനെ നാട്ടിലെത്തിയ ശേഷം തന്നെ നവ്യയ്ക്ക് പോലീസിന്റെ മേലെ സംശയം തോന്നിയിട്ട് ആർക്കാണ് കംപ്ലൈന്റ് കൊടുത്തത് ആ ഒരു പോലീസിന്റെ മേലെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ നവ്യയോട് അതിന് പ്രതികാരം വീട്ടാൻ തീരുമാനിക്കുമ്പോൾ അതേ സമയത്ത് തന്നെയാണ് നവ്യയുടെ രണ്ടാം അച്ഛനും അമ്മയും അവളെ കൊലപ്പെടുത്തി നോക്കിയിട്ട് രക്ഷപ്പെടാനായിട്ട് സ്റ്റേഷനിലേക്ക് അവൾ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നത്. എന്നാൽ ഉടനെ തന്നെ ആ ഒരു പോലീസുകാരൻ ഒരു ഹയർ ഓഫീസറെ വിളിച്ചിട്ട് സാറേ ഇങ്ങനെ ഒരു പെൺകുട്ടി കുടുങ്ങിയിട്ടുണ്ട്, ആ ഒരു അഡ്രസ്സും പറഞ്ഞിട്ട് അവരൊന്ന് രക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാനിന്ന് ലീവിലാണ്, തൽക്കാലം സ്റ്റേഷനിലേക്ക് ആദ്യം വരുന്നതാരാണ് അവരെ താൻ പറഞ്ഞയക്കുന്നത് നമ്മുടെ വില്ലൻ തന്നെയാണ് ആ ഒരു ഓഫീസറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വില്ലനിലെ ലൊക്കേഷൻ നോക്കുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കുറച്ച് അരികിൽ തന്നെയാണ്. എന്നാൽ പിന്നെ പോകുമ്പോൾ നോക്കിക്കളയാം. എന്നാൽ വീട് നോക്കുമ്പോൾ പുറത്ത് ലോക്ക് ചെയ്തിട്ടുണ്ട്, പിന്നാലെ പോയി നോക്കുമ്പോൾ വാതിൽ തുറന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ ഓൾറെഡി നവ്യയിലെ ശ്വാസം കിട്ടാതെ പിഴഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കുറച്ചു നേരത്തെ അവളുടെ രണ്ടാം അച്ഛനും അമ്മയും അവളെ കൊലപ്പെടുത്തി നോക്കിയില്ലേ, അതിനിടയിൽ ഒരു പോലീസ് വണ്ടി വന്നിട്ടല്ലേ അവർ രക്ഷപ്പെട്ടു പോയത്. ആ ഒരു പോലീസുകാരൻ വേറെ ആരുമല്ല നമ്മുടെ വില്ലൻ തന്നെയായിരുന്നു. എന്നാൽ അത് നവ്യാണെന്നും തന്റെ മേലെ കംപ്ലൈന്റ് കൊടുത്തതും അവളെന്ന് മനസ്സിലായപ്പോൾ അവിടെ നിന്നൊരു തലയണ എടുത്തിട്ട് ഒരിക്കലും ഒരു എവിഡൻസ് ഞാൻ ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നവ്യയെ വില്ലൻ കൊലപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. എന്നാൽ ഈ ഒരു കേസിൽ തനിക്ക് പണി വരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നവ്യയുടെ കേസും താൻ തന്നെ അന്വേഷിക്കുന്ന പോലെ കയ്യിലെടുത്തിട്ട് വേറെ ആരുടെയെങ്കിലും തലയിൽ വെച്ചു കൊടുക്കാനായിട്ട് പലപ്പോഴായിട്ട് ട്രൈ ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ആരുടെങ്കിലും മേലെ സംശയം വന്നാൽ ഉടനെ തന്നെ അവൻ തന്നെയാണ് കൊലയാളിയെന്ന് കേസ് ക്ലോസ് ചെയ്യാൻ നമ്മുടെ വില്ലൻ തിടുക്കം കൂടിക്കൊണ്ടിരുന്നത്. അവസാനം എല്ലാം സത്യം സമ്മതിച്ചപ്പോൾ അവസാനം ഋഷിയും ബാക്കി വില്ലന്റെ 3 അസിസ്റ്റന്റും അവനെ ചുറ്റി വളഞ്ഞിട്ട് ഗണ്ണും കൊണ്ട് നിൽക്കാണ്. അപ്പൊ വില്ലൻ, അല്ല നിങ്ങളെന്താ എന്നെ തീർക്കാൻ പോവാ? ഞാൻ ആരാന്നറിയോ? ഒരു IPS ഓഫീസറാ. എന്നെ ഷൂട്ട് ചെയ്താല് ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടില്ല, എന്തെങ്കിലും പിടിക്കപ്പെടും. അപ്പൊ ഋഷി, ആഹാ എന്നാ പിന്നെ നമുക്കൊരു ഗെയിം കളിച്ചാലോ? അങ്ങനെ വില്ലന്റെ കണ്ണ് കെട്ടിയിട്ട് നമ്മൾ 4 പേരും രക്ഷപ്പെടാൻ ട്രൈ ചെയ്യാം. സാറിന് കയ്യിലൊരു ഗണ്ണും തരാം. അപ്പൊ സാറ് ഷൂട്ടേ, ഞങ്ങളിലെ ആരെങ്കിലും ഒരാളെ സാറ് കൊലപ്പെടുത്തുകയാണെങ്കിൽ സാറെ ഞങ്ങൾ വെറുതെ വിടാം. ഇനി കണ്ണിലെ കെട്ടെങ്ങനെ അഴിക്കാൻ നോക്കിയാല് ഞങ്ങളായിരിക്കും ആദ്യം സാറിന്റെ നെറ്റിയിൽ പൊട്ടിക്കുന്നത്. അങ്ങനെ നമ്മൾ വില്ലില്ലേ തുരുതുരാ ഷൂട്ട് ചെയ്യുമ്പോൾ ഏട്ടാ എന്നെ രക്ഷിക്കുന്നു ആരോ വിളിച്ച് പറയുന്നുണ്ട്. അതായത് ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാല് നമ്മുടെ ഋഷിയില്ലേ ആരെയാണോ വില്ലൻ രക്ഷപ്പെടുത്താൻ നോക്കിയത് അത് അനിയനെ അയാളുടെ കൈകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്താനാണ് അയാളുടെ കണ്ണ് കെട്ടിയിട്ട് അങ്ങനെ ഒരു ഡ്രാമ ഇറക്കിയത്. അങ്ങനെ വില്ലന്റെ അനിയന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ. കാലിയിൽ വില്ലൻ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുത്തിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, അതിനു മുമ്പ് സാറ് ഞങ്ങൾ തീർത്തോളയല്ല. അപ്പോഴാണ് ഋഷിക്ക് ഒരു കോള് വരുന്നത്. എന്നാലും മറുഭാഗത്ത് നിന്ന് എന്താ പറഞ്ഞെന്നറിയില്ല. അത് കേട്ടിട്ട് ഹീറോ ഷോക്കായി പോകുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ വില്ലൻ പോലീസുകാരന്റെ മുഖത്തൊരു ചിരിയും വരുന്നുണ്ട്. ഇനിയും മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങള് ട്വിസ്റ്റുകൾ എന്താണെന്ന് അടുത്ത പാർട്ടിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. നിലവിൽ ഈ ഒരു മൂവി 2-3 ദിവസം മുമ്പ് റിലീസായത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിന് നമ്മൾ കുറച്ച് നാളെ ചിലപ്പോൾ വെയിറ്റ്
വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്റെ ഒരു ഗസ് എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു വില്ലൻ പോലീസിലെ ഋഷിയുടെ ലവറെ തട്ടിക്കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും അടച്ചു വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഗസ്സുകൾ കമന്റ് ചെയ്യില്ലേ. പിന്നെ നിങ്ങൾ പ്രതീക്ഷ പോലെ ആവശ്യത്തിന് ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ലേ? നല്ലൊരു കഥയായിരുന്നില്ലേ? ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കുറച്ചധികം നാളായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് ചിലധികം പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പുറമെ ഫാമിലിയിൽ കുറച്ച് അസുഖങ്ങളും ടെൻഷനൊക്കെ ആയിട്ട് ടൈമും കിട്ടിയില്ല. അതുപോലെ മൈൻഡ് വല്ലാതെ ഡിസ്റ്റർബ് ആയിരുന്നു. ഇനി ഒരിക്കലും ഇതുപോലൊരു ഡിലേ ഞാൻ എടുക്കില്ല. നിങ്ങളെപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവില്ലേ? ആ ഒരു പ്രതീക്ഷയോടെ മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.